ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫെബ്രുവരി മാസഫലമാണ് കേട്ടോ. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അധികം താമസിക്കുന്ന വീഡിയോ എടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മേടരാശി അല്ലേ, അശ്വതി ഫാനി കാർത്തിക കാടുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുക അല്ലെ. മേടരാശിക്കാർക്ക് മാത്രമല്ല മേടലഗ്നക്കാർക്കും കാണാം ഈ മാസഫലം കേട്ടോ. അപ്പം എന്താണ് ഈ ഒരു മാസത്തെ നമ്മൾ അനുഭവിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റങ്ങൾ കുറെ വരുന്നൊരു മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയാം കേട്ടോ. ഒത്തിരി അൺപ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 12ാം രാശിയിലാണ് ശനി സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 10ാം ഭാവത്തിലാണ് നമുക്ക് സൂര്യൻ, കുജൻ, ബുധൻ, ശുക്രനൊക്കെ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ മാസത്തിന് ഓരോ ദിവസങ്ങളിലായിട്ട് എന്താണ് ഓരോ ഗ്രഹങ്ങളും മാറി അത് പോയി രാഹുവിനോട് കൂടെ യോഗം ചെയ്യും. അതായത് കുംഭരാശിയിലേക്ക് രാഹുവിന്റെ കൂടെ ഈ ഓരോ രാശികളും ഓരോ ഗ്രഹങ്ങളും പോയി യോഗം ചെയ്യും. ഇപ്പൊ നമുക്ക് സ്ഥിതി ചെയ്യാന്ന് പറയുന്നത് മേടരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 10ാം രാശി എന്ന് പറയുന്നത് മകരരാശിയാണ് അല്ലെ. അപ്പൊ മകരരാശിയിലാണ് സൂര്യനെ, ബുധന, ശുക്രന, കുജൻ സ്ഥിതി ചെയ്യാന്ന് പറയുന്നത്. ഫെബ്രുവരി ഒരു 4 കൂടി എന്താണ് ബുധൻ കുംഭരാശിയിലേക്ക് നമുക്ക് എന്താണ് ഷിഫ്റ്റ് ആവും. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 കൂടെ ശുക്രനും കുംഭരാശിയിലേക്ക് പോയി ഷിഫ്റ്റായി രാഹുവിനോട് യോഗം ചെയ്യും. അതേപോലെ ഒരു 13 കൂടി സൂര്യനും പോയി എന്താണ് കുംഭരാശിയിലേക്ക് നീങ്ങും. അതേപോലെ ഒരു 23 ഫെബ്രുവരിയോടെ കൂടി എന്ത് ചെയ്യും, കുജനും കൂടി ഈ രാഹുവിനോട് യോഗം ചെയ്യും. അതായത് ഈ 10ാം ഭാവത്തിൽ നിന്ന ഗ്രഹങ്ങളെല്ലാം കൂടി 11ാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യും, പോയി രാഹുവിനോട് യോഗം ചെയ്യും. ഈ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജാതകത്തിൽ ഇപ്പം രാഹു അനുകൂലമായ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ജാതകത്തിൽ രാഹു അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നല്ല ഫലങ്ങളും, ഇനി അതെല്ലാം മോശം അനുഭവങ്ങളാണെങ്കിൽ ജാതകത്തിൽ രാഹു അത്ര സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ദോഷഫലങ്ങളായിരിക്കും കൂടി നിൽക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൂര്യനും ആയിട്ട് നമ്മളെ രാഹു യോഗം ചെയ്യുമ്പോൾ നമുക്ക് പദവി, അധികാരം അല്ലെങ്കിൽ നോളജ് തുടങ്ങിയ കാര്യങ്ങളും, ബുധനായിട്ട് യോഗം ചെയ്യുമ്പോൾ നമുക്ക് അറിവ്, ജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളായിട്ടും, അതേപോലെ നമ്മൾ ശുക്രനായിട്ട് യോഗം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കുടുംബം, ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി 5 ശേഷം ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം മാറ്റത്തിനെ അഭിമുഖീകരിക്കുക. വഴി യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ഇത് ചെയ്യുക, നടത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഇവിടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജോലിയിൽ ഷിഫ്റ്റ് വരുന്ന ഒരു മാറ്റം വരുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു 2ാം വട്ടമാണ് നമ്മുടെ ജാതകത്തിൽ നമുക്ക് ഏറശനി വരുന്നതെങ്കിൽ നമുക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അനുകൂലമായി നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായിട്ടും നമുക്ക് ഈ ഫെബ്രുവരി മാസത്തെ കാണാൻ സാധിക്കും. ഇനി അതല്ല ശനി അല്ലെങ്കിൽ ഏറശനി സമയം നമുക്കിത് ആദ്യത്തെ തവണയാണ് വരുന്നതെങ്കിൽ നമുക്ക് ടെസ്റ്റിംഗ് ടൈം ആയിരിക്കും, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പീരീഡ് ആയിരിക്കും. സോ അവിടെ നമുക്ക് കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടാവും. കാരണം ടെസ്റ്റിംഗ് പീരീഡിൽ അവരുടെ ആരുടെയും സപ്പോർട്ട് നമുക്ക് അങ്ങനെ കിട്ടില്ല. ടെസ്റ്റിംഗ് നമ്മൾ തന്നെ വേണം എന്ത് ചെയ്യാം, പൊരുതി വിജയിക്കുക എന്ന് പറയാം. ഇനി അതല്ല 3rd പീരീഡ് ആണ് അല്ലെങ്കിൽ 3ാം തവണയാണ് നമുക്ക് ഏറശനി വരുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണ്ടി നീങ്ങേണ്ട ഒരു വർഷം കൂടി ആണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിലായിരിക്കില്ല നടക്കുന്നത് മനസ്സിലാക്കുക. സോ അതനുസരിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ നീക്കുക എന്ന് പറയാം. സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം ആ കാര്യങ്ങൾ പോവാം. ഫെബ്രുവരിയിൽ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, സാമ്പത്തിക സംബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും കേട്ടോ. അടുത്ത് നമ്മൾ കുടുംബ സംബന്ധമായിട്ട്, ഫാമിലി റിലേറ്റഡ് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. വലിയ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നത്തെ ഇപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അത് പരിഹരിക്കാനും നോക്കേണ്ടത്, വലിയ രീതിയിൽ ഊതി വേർപ്പിക്കാനും നോക്കേണ്ടത്. നമ്മളിപ്പോൾ എന്താണ് പോകുന്നത്, ഒരു വലിയ പ്രശ്നമില്ലാതെ പോകുന്നെങ്കിൽ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അടുത്ത പ്രണയത്തിലേക്കുള്ളവർ, റിലേഷൻഷിപ്പിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ മാസം വീട്ടിൽ പറയാവോ, ഈ മാസം വീട്ടിൽ പറയാൻ അത്ര അനുകൂലമായിട്ടുള്ള മാസമല്ല. ഓക്കെ, അതായത് ഇത് വീട്ടിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കല്യാണത്തിലേക്ക് എത്തിക്കാൻ, അതായത് അതിനാണല്ലോ വീട്ടിൽ നമ്മൾ പറയുന്നത്. സോ അത് കല്യാണത്തിലേക്ക് മാറ്റാൻ ഇപ്പം അത്ര അനുകൂലമായ സമയമല്ല എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം നിങ്ങൾക്കിടയിൽ തന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഇടയിൽ ഉണ്ടാവാനുള്ള സാഹചര്യമൊക്കെ ഈ ഒരു മാസത്തിൽ ഉണ്ടായി വരും. നിങ്ങൾക്ക് അത് ഭാര്യ ഭർത്താക്കന്മാരായാലും കപ്പിൾസ് തമ്മിലായാലും പ്രണയത്തിനിടയിലൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ ഒരു പരസ്പരമായ ധാരണ കർഷകർക്ക് കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള മാസം തന്നെയാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയാം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുമെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക്
നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല സ്നേഹിതന്മാരെ കിട്ടുന്ന, നിങ്ങൾക്ക് സഹായം കിട്ടുന്ന ടൈമൊക്കെ ആയിരിക്കും ഈ ടൈം എന്ന് പറഞ്ഞാലും, എന്നാലും ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻസ് നിറഞ്ഞതാണ്, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു മാസം കൂടിയായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. നിങ്ങൾക്കൊരു കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പേരൊക്കെ ചെയ്ത് നിങ്ങളുടെ ആ മൈൻഡ് സെറ്റിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള മൈൻഡ് സെറ്റിനും കഴിഞ്ഞ് കുറച്ചുകൂടി സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മൂവ് ഓൺ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ചുകൂടി നമുക്ക് അനുകൂലമായ ഫലത്തിലേക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കുറച്ച് കുഴപ്പങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് നിറഞ്ഞൊരു ടൈം ആയിരിക്കും. പലരും നമ്മളോട് പല കാര്യങ്ങളായിരിക്കും വന്ന് പറയാം. നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം കേട്ടിട്ട് ഒരു പുക പോയ ഒരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം, ഒരു കിളി പോയ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങുമ്പം നിങ്ങൾ പ്രോപ്പറായിട്ടൊരു അഡ്വൈസ് ഒരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ള കാര്യമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള അയൽവക്കത്തുള്ള ഒരു നിങ്ങൾ ആ സെയിം എഡ്യൂക്കേഷൻ പഠിച്ചവരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവരായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള അങ്കിൾസോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ അഡ്വൈസ് അല്ല, നിങ്ങൾ എടുക്കാൻ പോകുന്ന ഫീൽഡുമായിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരുടെ അടുത്ത് പോയി നിങ്ങൾ അഡ്വൈസ് എടുക്കുക. അതായത് ഇപ്പം നിങ്ങൾ കരിയർ സെലക്ട് ചെയ്യാൻ, അപ്പം കരിയർ ഗൈഡ്സ് ഉണ്ടാവും, നിങ്ങൾ അവരുടെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾ സ്കൂൾ അഡ്മിഷൻ എടുക്കാൻ പോകുമെങ്കിൽ നിങ്ങൾ ആ സ്കൂൾ പ്രിൻസിപ്പലായിട്ടോ അങ്ങനെ നമുക്ക് ആരായിട്ടാണ് വേണ്ടത്, ആ ഒരു ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരുമായിട്ട്, അത്രയും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വൈസ് എടുത്തൊരു വ്യക്തമായ തീരുമാനത്തോടെ നിങ്ങൾ നീങ്ങുക. പരീക്ഷയ്ക്ക് വേണ്ടി റെഡി ആവുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, സെറ്റായിരിക്കും. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വൺ മോർ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അത് ഒരിക്കലും ഒന്നും കൂടി പഠിച്ചു കൊടുത്ത് മറന്നു പോകില്ലല്ലോ, നമുക്ക് ഗുണമല്ലേ ചെയ്യുള്ളൂ. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം അല്ലേ. ആരോഗ്യം സംബന്ധമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട യാത്രകളൊക്കെ ചെയ്യുമ്പം ശ്രദ്ധിക്കാം. അത് നമ്മൾ തന്നെയാണ്, സെൽഫ് ഡ്രൈവിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത കൂടുതലായിട്ട് ആവശ്യമാണ്. ഓക്കെ, അതേപോലെ സ്റ്റെപ്സ്, ചെരുവുകൾ, സ്ലോപ്പ് ഏരിയകൾസ് ഒക്കെ നമ്മൾ നടക്കുമ്പോഴൊക്കെ സ്കൂളിലേക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ നീങ്ങേണ്ട ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞ് എടുത്തേ പിടിച്ചത് നമ്മളൊരു കാര്യത്തിലേക്ക് ചാടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പറയുമെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുമെങ്കിൽ നിങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യത്തിലും എടുത്തേ പിടിച്ച് എന്ന രീതിയിൽ ചാടാതെ വിവേകത്തോടെ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾക്ക് നീങ്ങുക, അതാണ് ഉത്തമം എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് മേടരാശി അതല്ലെങ്കിൽ മേടലഗ്നക്കാരുടെയും ഫലം എന്ന് പറയാം കേട്ടോ. അടുത്ത ഇടവരാശിയാണ് അല്ലെ. കാർത്തിക മുക്കാളി രോഹിണി മകേരം വരെ അടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയാം അല്ലെ. ഇടവരാശിക്കാർക്ക് മാത്രമല്ല ഇടവലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഇടവരാശിക്കാരുടെ ഇടവലഗ്നക്കാരുടെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ 11ാം ഭാവത്തിൽ, അതായത് മീനൻ രാശിയിലാണ് എന്താ ശനി സ്ഥിതി ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ 2ാം ഭാവത്തിലാണ് വ്യാഴസ്ഥിതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുംഭൻ രാശിയിലേക്കാണ് ഓരോ ഗ്രഹങ്ങളും രാശി മാറുക. അതുവരെ മാസ തുടക്കത്തിൽ നമ്മൾ സംബന്ധിച്ച് നോക്കിയാൽ മകരൻ രാശിയിൽ, അതായത് നമ്മുടെ 9ാം രാശിയിലാണ് എല്ലാ ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ ഇവരെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്താണ്, മകരരാശിയിലാണ്. മാസത്തിന്റെ ഓരോ ദിവസങ്ങൾ, അതായത് 4ാം തീയതി നമ്മൾ എന്ത് ചെയ്യും, ബുധൻ വന്ന് രാഹുവായിട്ട് യോഗം ചെയ്യും കുംഭരാശിയിൽ. അതേപോലെ 6ാം തീയതി ശുക്രനും വന്ന് യോഗം ചെയ്യും. അതേപോലെ തന്നെ 13ാം തീയതി സൂര്യനും വന്ന് യോഗം ചെയ്ത് രാഹുവായിട്ട് സ്ഥിതി ചെയ്ത് 10ൽ നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 23ാം തീയതി ചൊവ്വയും വന്ന് നമുക്ക് എന്ത് ചെയ്യും, ഈ കുംഭരാശിയിലേക്ക് വന്ന് യോഗം ചെയ്ത് ഈ 5 ഗ്രഹങ്ങൾ ഒന്നിച്ചാണ് എന്ത് ചെയ്യാൻ പോണേ, ഒരു മാസത്തിൽ നിൽക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം പറയാവുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, സാമ്പത്തിക സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ പലതരത്തിലുള്ള യോഗങ്ങൾ നമ്മൾ പറയുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. പല തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ, അല്ലെങ്കിൽ പ്രതീക്ഷ രീതിയിൽ നമ്മുടെ ജാതകത്തിൽ ശരിക്കും രാഹു അനുകൂലമാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാൻ, ഇപ്പം തൊഴിൽ സംബന്ധമായിട്ടായാലും ബിസിനസ് സംബന്ധമായിട്ടായാലും സാമ്പത്തിക സംബന്ധമായിട്ടായാലും പെട്ടെന്നൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പറയാവുന്നൊരു മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരികയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ വാതിലിൽ വന്ന് മുട്ടുകയൊക്കെ ചെയ്യുന്നൊരു ടൈമാണ്
ഈ ഒരു മാസം എന്ന് പറയുന്നത്. സോ ഈ നല്ല അവസരങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല നല്ല അവസരങ്ങൾ കീഴടക്കുക, നല്ല നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുവാൻ അല്ലെങ്കിൽ കിട്ടുവാൻ യോഗമുള്ളൊരു മാസമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ കുടുംബ സംബന്ധമായിട്ട് ഫാം റിലേറ്റഡായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബിസി മന്ത് ആയിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ടൈം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്ന ഒരു ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ള തിരക്കുകൾക്കിടയിൽ ഒരു ടൈം അത്ര പ്രധാനമായിട്ട് നമുക്ക് ഫാമിലി ടൈം കൊടുക്കാൻ പറ്റാത്തൊരു ടൈം ആയിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന്. കാരണം ഒരു പൊതുവെ ഒരു ബിസി ലൈഫായിരിക്കും നിങ്ങൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നയിക്കാൻ പോകുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് സംബന്ധിച്ചാലും അങ്ങനെ ഒരു ടൈം കിട്ടിയാൽ നിങ്ങൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്ന ടൈം തന്നെയാണ്, അതിനൊരു പ്രശ്നമൊന്നുമില്ല. അതേപോലെ പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇപ്പം വീട്ടിൽ അവതരിപ്പിക്കാനും അത് കല്യാണത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചും ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഓരോ ആഗ്രഹങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ച് ഓരോ ആഗ്രഹങ്ങൾ ഈ ഒരു മാസത്തിലുണ്ടെങ്കിൽ അതൊക്കെ നടന്ന് കിട്ടുവാൻ, അല്ലെങ്കിൽ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണെങ്കിൽ ഈ ഒരു മാസത്തിൽ നടന്നു കിട്ടാൻ യോഗം പറയാം. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സമ്മാനങ്ങൾ, സന്തോഷങ്ങൾ, ഒരു അൺഎക്സ്പെക്റ്റഡ് ലക്സ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, ഓരോ അച്ചീവ്മെൻറ്റ്സുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാനൊക്കെ, അല്ലെങ്കിൽ അതുപോലെ നല്ല ധനവരവൊക്കെ ഉണ്ടാവാനൊക്കെ യോഗമുള്ള ടൈമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. അതുപോലെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങളൊക്കെ കിട്ടുവാനൊക്കെ യോഗം പറയാവുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല അനുകൂലമായ ഫലത്തെ, നല്ല രീതിയിലുള്ള വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും കാണാവുന്ന ടൈമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളും നടക്കുന്ന മാസം, നമ്മൾ വിചാരിക്കുന്ന കോഴ്സ് എടുക്കാൻ സാധിക്കുക, നമ്മൾ വിചാരിക്കുന്ന പോലെ മാർക്ക് മേടിക്കാൻ സാധിക്കുക, നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വരിക, അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഒരു ഗുഡ് ടൈം അല്ലെങ്കിൽ ഗുഡ് ഫോർച്യൂൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മന്തിനെ പറയാൻ സാധിക്കും കേട്ടോ. അടുത്ത് നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിയ ജാതകത്തിൽ നമുക്ക് രാഹു എങ്ങനെയാണ് മോശമാണെങ്കിൽ നമുക്കൊരു ടൈമിൽ ഒരു ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലായിട്ടുള്ള ടൈമാണ് എന്ന് പറയുന്നത്. പക്ഷെ പേടിക്കേണ്ട, വലിയ പ്രശ്നങ്ങളില്ല. ഓക്കെ, ഇപ്പം ജാതകത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, രാഹു നമുക്ക് അനുകൂലമാണ് പ്രതികൂലമാണ്. ജാതകത്തിൽ പ്രതികൂലമാണെങ്കിൽ നമുക്ക് എന്താണ് രാഹു അത്ര നല്ല സപ്പോർട്ടീവ് ആയിരിക്കില്ല നമുക്കെന്ന് പറയുന്നത്. ഞാൻ ജാതകത്തിൽ നമുക്ക് രാഹു അനുകൂലമാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു വലിയ രോഗാവസ്ഥകളൊന്നും പറയാനുമില്ല കേട്ടോ. അടുത്ത നമ്മൾ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയർ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ഒരു പരിധിവരെ അനുകൂലമായ ഫലത്തേക്കാണ് പ്രദാനം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഓരോ കാര്യം ചെയ്യാൻ, നിങ്ങൾക്ക് ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന ഒരു ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ ഇടരാശിക്കാരെ സംബന്ധിച്ച് ഈ മാസം ഫെബ്രുവരി മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂല മാസമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് ടൈം ആയിട്ട്, ഗുഡ് മന്ത് ആയിട്ട് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം ഇടവരാശിക്കാർക്കും ഇടവലഗ്നക്കാർക്കും എന്ന് പറയാം കേട്ടോ. മിഥുന രാശി മകേരമര, തിരുവാതിര, പുണർത്ത, മുക്കാടുന്ന 2 നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയാം അല്ലെ. മിഥുന രാശിക്കാർക്ക് മാത്രമല്ല മിഥുന ലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ മിഥുന രാശിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ 8ാം ഭാവത്തിലാണ് നമുക്ക് മിക്ക ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. അതായത് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ ഇവരെല്ലാം മാസ തുടക്കത്തിൽ ഏതാണ് മകരരാശിയാണ് സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഫെബ്രുവരി 4-ാം തീയതിയോടെ കൂടി ബുധൻ വന്ന് രാഹുവിനോട് യോഗം ചെയ്ത് 9ലേക്കും, ഫെബ്രുവരി 6-ാം തീയതി ശുക്രൻ വന്ന് കുംഭത്തിലേക്ക് കയറി രാഹുവിനോട് യോഗം ചെയ്യുന്നു. അതേപോലെ 13-ാം തീയതി സൂര്യൻ മകരരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. 23-ാം തീയതിയോടെ കൂടി കുജനും എന്ത് ചെയ്യുന്നു വന്ന് കുംഭരാശിയിലേക്ക് രാഹുവിലൂടെ യോഗം ചെയ്യുന്ന സാഹചര്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഓരോ സൊല്യൂഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സംഭവിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. ബുധൻ രാഹുവും കൂടി യോഗം ചെയ്യുമ്പോൾ നമുക്ക് അപൂർവമായ വിദ്യയൊക്കെ പഠിക്കാൻ യോഗം, അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ കിട്ടാൻ യോഗം. അതുപോലെ തന്നെ ശുക്രൻ രാഹുവും കൂടി യോഗം ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് പറയാവുന്ന ടൈമാണ് എന്ന് പറയുന്നത്. നമ്മുടെ ജാതകത്തിൽ രാഹു നമുക്ക് അനുകൂലമായ ഫലത്തേക്കാണ് പ്രദാനം ചെയ്യുന്നത്, അനുകൂലമായ ഫലങ്ങളൊക്കെ നൽകാമെന്ന് പറയാം. എന്നാൽ നമ്മുടെ ജാതകത്തിൽ രാഹു ഇപ്പം മോശം സമയം അല്ലെങ്കിൽ ജാതകത്തിൽ രാഹു മോശമാണെങ്കിൽ, നമുക്ക് അത്ര അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് കുറച്ച് ദുരിതം പിടിച്ചൊരു അവസ്ഥയായിരിക്കും ഈ മാസം എന്ന് പറയാം കേട്ടോ. നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, സാമ്പത്തികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ മാറ്റം സംഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു തീരുമാനങ്ങൾ പെട്ടെന്ന് നമ്മൾ എടുക്കാതിരിക്കുക. പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ ഫാഷനിൽ ഒരു തീരുമാനം എടുക്കാതെ പയ്യെ ആലോചിച്ച് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഈ ഒരു ടൈം നല്ലതെന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അവസരങ്ങളൊക്കെ അനുസരിച്ച്, നമുക്ക് ഓരോ അവസരത്തിനനുസരിച്ച് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഹാർഡ് വർക്കൊക്കെ ആവശ്യമായിട്ട് വരും. നമ്മൾ തൊഴിൽ ചെയ്യുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ് ആണെങ്കിൽ നമ്മൾ കുറച്ച് അധ്വാനം കൂടുതലായിട്ട് വേണ്ടി വരുന്നൊരു ടൈമായിരിക്കും
ഇതെന്ന് പറയുന്നത് നമ്മുടെ അധ്വാനം കറക്റ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അനുസരിച്ചൊരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത് നമുക്ക് കുടുംബ സംബന്ധമായിട്ട് ഫാം റിലേറ്റഡൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഈ ടൈം നല്ലതെന്ന് പറയുന്നത്. പ്രണയത്തിലുള്ളവരെ സംബന്ധിച്ച് അത് കല്യാണം കഴിക്കാൻ പറ്റിയ സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈം നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാം, പക്ഷെ എക്സിക്യൂഷൻ അത് അത്ര അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓരോ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞ് അവതരിപ്പിക്കാനൊക്കെ ഓക്കെയാണ്, പക്ഷെ അത് വിവാഹത്തിലേക്ക് നടത്താൻ ഇപ്പോൾ ഈ ഒരു ടൈം നമുക്ക് അത്ര അങ്ങ് പറയാൻ പറ്റില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു വരുന്ന സാഹചര്യമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെയാണ് പൊതുവായിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പയ്യെ കുറയും, ചിലർക്ക് അത് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാം കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ടൈം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമൊക്കെ നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ ഗുണകരം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു അഡ്വൈസ് ഒക്കെ നമ്മുടെ എക്സ്പെർട്ടിൻസ് കഴിഞ്ഞോ മെന്ററിൻ്റെ കയ്യിനോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ അഡ്വൈസ് ഒക്കെ സ്വീകരിക്കുന്നത് നമ്മുടെ കുഴപ്പങ്ങൾ കൺഫ്യൂഷൻസ് ഒക്കെ മറികടക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ. അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ടെൻഷൻ പിടിച്ച് ഭയങ്കര ഹോട്ടായിട്ടിരിക്കുമ്പോഴൊന്നും എടുക്കാതെ നമ്മൾ നല്ല കൂൾ മൈൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ടൈം നല്ലതെന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ രോഗപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പയ്യെ ശരിയായി തുടങ്ങുന്നൊരു മാസമായിട്ട് നമുക്ക് ഈ ഒരു മാസത്തെ കാണാൻ സാധിക്കും. ഫെബ്രുവരി മാസത്തെ മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങൾ ഭാരങ്ങളൊക്കെ പയ്യെ കുറയുന്നൊരു സാഹചര്യം നമുക്ക് ഈ ഒരു മാസത്തിൽ പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ നമുക്കൊരു സീനിയേഴ്സിനെ സംബന്ധിച്ച് മുതിർന്നവരെ സംബന്ധിച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയതായിട്ടൊരു വരി നമുക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുക, നമുക്ക് പുതിയൊരു തുടക്കം കിട്ടുക, വലിയ നല്ല അവസരങ്ങൾ കിട്ടുന്ന ഒരു ടൈമായിട്ട് നമുക്ക് പറയാം. പൊതുവെ നമുക്ക് മിഥുനരാശിക്കാരെ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് നല്ല അവസരങ്ങൾ കിട്ടുക, നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കർക്കിടക രാശി അല്ലേ, പുണർതം കാലം പോയ മാലിന്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഒരു മാസം ഈ ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട് രാശിക്കാർക്ക് മാത്രമല്ല ലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും അതായത് മിക്ക ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ 7ാം ഭാവത്തിലാണ്. അതെ, കർക്കിടക രാശിക്ക് 7ാം രാശി എന്ന് പറയുന്നത് ഏതാണ്? മകരരാശിയാണ് അല്ലേ. മകരരാശിയിലാണ് സൂര്യന് ബുധന് ശുക്രന് ചൊവ്വയൊക്കെ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് എടുക്കാവുന്ന ഒരു ടൈമാണ്. സോ ഈ മാസം തുടക്കം എന്ന് നമുക്ക് അനുകൂലമാക്കി എടുക്കാം. പിന്നെ ഫെബ്രുവരി 4 അല്ലെങ്കിൽ 4-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും? ബുധൻ 8ലേക്ക് കയറും. ഈ ഒരു ടൈമും നമുക്ക് നല്ലതാക്കി എടുക്കാം. ഫെബ്രുവരി 6 അല്ലെങ്കിൽ 6-ാം തീയതി നമുക്ക് എന്താണ് ശുക്രൻ 8ാം ഭാവത്തിലേക്ക് കയറി മറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്ക് ശ്രദ്ധ ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ടൈമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ 8ലേക്ക് മറയുന്ന ശുക്രനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ നമ്മൾ നോക്കി 13-ാം തീയതി നമ്മൾ സൂര്യൻ എന്താണ് 8ാം രാശിയിലേക്ക് മറയുന്നുണ്ട്, അതിൽ 8ലേക്ക് കുംഭരാശിയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ടൈം ഒന്ന് നമുക്കൊരു അധികാര സംസാരമുണ്ട്, അധികാര സ്വരം ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഒത്തിരി കമാൻഡിങ് പോലെ ഒരു കാര്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഒരു 23-ാം തീയതിയോട് കൂടി കുജൻ വന്ന് നമ്മുടെ 8ലേക്ക് കയറും. ഓക്കെ, ഈ ഒരു സമയവും ശ്രദ്ധിക്കണം. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാവുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നത്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ചില ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അല്ല വേണ്ടാത്തൊരു പ്രശ്നങ്ങൾ നമ്മൾ പോലും അറിയാത്ത കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ചീത്ത പേരുകൾ കേൾക്കാണ്, ഗോസിപ്പുകൾ വരാനൊക്കെ സാധ്യതയുള്ള ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ വളരെയധികം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായിട്ടൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മാറ്റം ഉണ്ടാവും, പക്ഷെ അത് നമ്മുടെ ജാതകം കൂടി നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന നല്ലതാണ്, നോക്കുന്ന നല്ലതാണ്. നമുക്കത് എങ്ങനെയുള്ള മാറ്റമായിരിക്കും? ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അഷ്ടമശനി നമുക്ക് മാറി അല്ലേ, അഷ്ടമശനിക്ക് മാറി ശനി നമ്മുടെ 9ാം രാശിയിലേക്ക് മാറി. പക്ഷെ നമ്മുടെ അഷ്ടമത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ രാഹുവിൻ്റെ കൂടെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം കൂടി സ്ഥിതി ചെയ്തിരിക്കുന്നത്. സോ ഒരു മാറ്റം ഉണ്ടാവും. സോ നമുക്ക് ജാതകത്തിൽ അത്ര അനുകൂലമായ സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇവിടെ നമ്മൾ ഇതൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. തൊഴിൽ സംബന്ധത്തിലായാലും നമ്മൾ ആൾക്കാരുടെ ഇടപെടുമ്പോഴൊക്കെ ആയാലും നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നതും കറക്റ്റ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നതും നല്ലതായിരിക്കും. നമുക്ക് ഒരു നെഗറ്റീവ് ഫെയിം വരാതിരിക്കാൻ അത് നമ്മളെ രക്ഷിക്കും. ഓക്കെ, അതേപോലെ നമ്മളൊരു ഫാമിലി ലൈഫിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കുടുംബ സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഈ ഒരു ടൈമിൽ നമുക്ക് മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാത്തൊരവസ്ഥ, മനസ്സിനൊരു വെപ്പാൻ പിടിച്ചൊരവസ്ഥ, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചെറിയൊരു പിണക്കങ്ങൾ ഇണക്കങ്ങൾ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് പറയാം. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യമാണ്. പ്രണയികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും
നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എപ്പോഴും ഒരു ദുഃഖമായൊരു ഭാവം, അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹം, ചില സമയത്ത് ഭയങ്കരമായിട്ടൊരു ദേഷ്യഭാവമായിരിക്കും. ഈ ഒരു സാഹചര്യങ്ങളിൽ ഒരു സമ്മിശ്രമായിട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, ഭാരം കൂടുന്ന അവസ്ഥ, ടെൻഷൻ, കുഴപ്പങ്ങൾ, കൺഫ്യൂഷൻസ്, നമുക്കൊരു ഫോക്കസ് കൊടുക്കാത്തൊരവസ്ഥ, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ ടൈം നോക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് പഠന കാര്യങ്ങൾ നല്ലധികം ജാഗ്രതയോടെ വേണം പഠിക്കാൻ എന്ന് പറയാൻ. ഒന്ന് വർക്ക് ചെയ്യേണ്ട അടുത്ത് ഒരു 4-5 തവണ കൂടുതൽ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അടുത്ത ആരോഗ്യ സംബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ടൈമാണ്. ആരോഗ്യം പല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലാതെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻഫെക്ഷൻസിന് ശ്രദ്ധ എടുക്കുക. അങ്ങനെ പലതരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആരോഗ്യം ശരിക്കും ടേക്ക് കെയർ ചെയ്യുന്ന ടൈമാണ്, പീരീഡാണ് എന്ന് പറഞ്ഞാൽ യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. സീനിയേഴ്സ് സംബന്ധിച്ചോളം ഈ ഒരു ശ്രദ്ധ ആവശ്യമായിട്ട് ജാഗ്രതയോടാണ് മുഴുവൻ നീങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് കർക്കിടക രാശിക്കാരുടെ ലഗ്നക്കാരുടെ ഫലം എന്ന് പറയുന്നത്. നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ കയറ്റാനുള്ള ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. ചിങ്ങരാശി മകം പൂരം ഉത്രം കാടങ്ങുന്ന 2 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത് അല്ലേ. ചിങ്ങരാശിക്കാർക്ക് മാത്രമല്ല ചിങ്ങലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മാസ തുടക്കത്തിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ 6ാം ഭാവത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക അല്ലെ. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. സോ വ്യാഴം സ്ഥിതി നമുക്കൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിനൊക്കെ തരുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. രാഹുവിന്റെ കൂടിലേക്ക് സൂര്യൻ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് പരിഹരിച്ചു. ഇതെപ്പോഴാണ് വ്യാഴം അല്ലെങ്കിൽ സൂര്യൻ രാഹുവിന്റെ കൂടെ യോഗം ചെയ്ത നമുക്ക് നോക്കിയാൽ February 4 ബുധനായിട്ട് പോയി എന്ത് ചെയ്യും, രാഹു യോഗം ചെയ്യും. അതായത് മകരരാശിയിൽ നിന്ന് ബുധൻ കുംഭരാശിയിലേക്ക് പോകും. February 6 ശുക്രൻ രാശി മാറും മകര രാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക്. February 13 അല്ലെങ്കിൽ 13 എന്ത് ചെയ്യും, സൂര്യൻ രാശി മാറും. ഓക്കെ, 23 കുജൻ രാശി മാറാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 7ാം ഭാവത്തിലേക്കാണ് വരിക എന്ന് പറയുന്നത്. ഈ ഒരു ഭാവത്തിലേക്ക് വ്യാഴത്തിന് തിരിച്ചു വരുന്നുണ്ട്. സോ അവിടെ ഉണ്ടാകുന്ന ചെറിയ ദോഷങ്ങളെയൊക്കെ എന്ത് ചെയ്യും, വ്യാഴം കുറയ്ക്കും, പരിഹരിക്കപ്പെടും. ഇവിടെ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ എടുത്തു പറയുമ്പോൾ ശുക്രനും രാഹുവോട് യോഗം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവാൻ സാധ്യതയുള്ള ടൈമാണ്. നമുക്ക് ഇത് നിൽക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ജോലി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ, ഇവിടെ കയറണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇവരുമായിട്ട് സംസാരിക്കണോ വേണ്ടയോ, ഇവരുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്യണോ വേണ്ടയോ, ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് പ്രോപ്പർ തീരുമാനം എടുക്കാൻ പറ്റില്ല. നമുക്ക് നല്ല രീതിയിൽ അഡ്വൈസ് സ്വീകരിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധിച്ച് പയ്യെ സ്ലോലി തീരുമാനം എടുക്കുക. ഫാസ്റ്റിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. എന്ത് കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്, ജോലി നിൽക്കുകയാണോ, ഒരു സ്ഥാപനത്തിൽ നിൽക്കുക, അവിടെ തന്നെ കണ്ണ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ബെറ്റർ എന്ന് പറയുന്ന ഒരു മാറ്റം ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെ പറയുന്നില്ല. സോ ഈ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അതിലൊന്ന് കടിച്ചു തൂങ്ങി തന്നെ നിൽക്കാൻ നോക്കുക. അത് തന്നെ പിടിച്ച് കണ്ണിന് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. ഇപ്പം മാറാൻ എത്ര അനുകൂലമായ സാഹചര്യമല്ല. അടുത്ത് നമുക്ക് ഫാമിലി ലൈഫ്, കുടുംബ ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നമുക്കറിയാം അഷ്ടമശനി സമയമാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുണ്ട്, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിലേക്കൊക്കെ സംസാരം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ തടസ്സങ്ങളുണ്ടാകും, നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ, ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാകും, പല രീതിയിലുണ്ടാവും അല്ലേ. വിവാഹത്തിന് തടസ്സങ്ങൾ പല രീതിയിൽ വരാം. എവിടെ തിരിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യത. സോ അതൊക്കെ മറികടന്ന് വേണം നമുക്ക് ആ വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ടഫ് സിറ്റുവേഷൻസ് ആയിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിലും ആരോഗ്യ കാര്യത്തിൽ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ഒരു വിദ്യാർത്ഥിയുടെ ഒരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ടൈമിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ടൈമായിരിക്കും. പലതരത്തിലുള്ള ചിന്തകൾ മൈൻഡിൽ വരുന്ന ടൈമായിരിക്കും. പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു എക്സ്പെർട്ടിനോട് ചോദിച്ച് മുന്നോട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുത്ത് പിടിച്ച് നമ്മൾ തീരുമാനം സുഹൃത്ത് ഇത് ചെയ്യുന്നു ഞാൻ അത് ചെയ്യാം, ആ ഒരു ചെയ്യാതെ ആലോചിച്ച് നല്ല രീതിയിൽ ആലോചിച്ച് ഫ്യൂച്ചറാണ് നിങ്ങളുടെ, അപ്പം നല്ല രീതിയിൽ ആലോചിച്ചെടുക്കുക. അപ്പോൾ ഈ ടഫ് സിറ്റുവേഷനിൽ നമ്മൾ അത്ര ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റിയില്ല, നല്ല എക്സ്പെർട്ടിനോട് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ആരോഗ്യം ടേക്ക് കെയർ ചെയ്തേ പറ്റുള്ളൂ. അല്ല ആരോഗ്യം ടേക്ക് ചെയ്യാതിരുന്ന ചുമ്മാ എടുത്ത പിടിച്ച് നടന്ന ഫുഡ് ഇഷ്ടമുള്ള വാങ്ങി കഴിച്ചാൽ, പുറത്തുനിന്ന് വാങ്ങി കഴിച്ചാൽ, എവിടെ നിന്നൊക്കെ നോക്കി ആരോഗ്യമായിട്ട് ശ്രദ്ധിക്കാതെ എക്സസൈസ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആരോഗ്യം ഭയങ്കരമായിട്ട് വീക്കാവും. ആരോഗ്യം ശ്രദ്ധിച്ച് ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, മുതിർന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങൾ എടുത്തേ പിടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കാതെ, ഇപ്പം പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്ന്
പ്രൊയ്യെ സോൾവ് ഡൗൺ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. സോ പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. പൊതുവെ ചിങ്ങരാശിക്കാർ ചിങ്ങക്കാരൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്തേപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കാതെ അപ്പോൾ ഈ സ്ലോലി തീരുമാനങ്ങൾ എടുക്കുക, ആലോചിച്ച് വളരെയധികം ജാഗ്രതയോടെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. ഉത്രം മുക്കാൽ അത്തം ചിത്രരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം അല്ലേ. കന്നിരാശിക്കാർക്ക് ഈ 2026 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നമുക്ക് മാസ തുടക്കത്തിൽ നമുക്ക് അത്ര വലിയ കുഴപ്പങ്ങളില്ലാതെ നിൽക്കുന്ന സമയം തന്നെയാണ്. എന്നിരുന്നാലും അതിനുശേഷം എല്ലാ ഗ്രഹങ്ങളും 6ലേക്ക് മാറുകയാണ്. കാരണം തുടക്കത്തിൽ നമുക്ക് എന്താണ് 5ാം ഭാവത്തിലായിരിക്കും നിൽക്കുക എന്ന് പറയുന്നത്. മകര രാശിയിലാണ് എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക. അതായത് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ ഇവർ 4 പേരും സ്ഥിതി ചെയ്യുക 5ലായിരിക്കും. അതുപോലെ തന്നെ പയ്യെ പയ്യെ ഓരോ ഗ്രഹങ്ങൾ എന്ത് ചെയ്യും 6ലേക്ക് കയറും. ഓക്കെ, നമുക്ക് 7 എന്താണ് ശനിയുണ്ട്, കണ്ടകശനിയാണ്. ആ കണ്ടകശനിയുടെ ദൃഷ്ടി നമ്മൾക്ക് കന്നിയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫെബ്രുവരി 4 നോക്കുമ്പോൾ ബുധൻ രാശി മാറുന്നുണ്ട് അല്ലേ. ബുധൻ മാറി കുംഭത്തിലേക്ക് രാഹുവിൻ്റെ കൂടെ യോഗം ചെന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് മനസ്സിലൊരു കുഴപ്പങ്ങൾ, ഒരു ഡൗട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ്. മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു വെപ്രായം തുടങ്ങിയ കാര്യങ്ങൾ, അത് എന്ത് കാര്യത്തിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് കണക്ട് ചെയ്താലും അതുപോലെ തന്നെ നമുക്ക് മനസ്സ് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യാവുന്ന എല്ലാ ഭാഗങ്ങളും നോക്കിയാൽ നമുക്ക് എപ്പോഴും ഒരു കുഴപ്പങ്ങൾ, ഡൗട്ട്, ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാൻ ക്രിയേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ബുധൻ 6ലേക്ക് വരുമ്പോൾ. അതേപോലെ തന്നെ ഫെബ്രുവരി 6 ശുക്രൻ 6ലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് നോക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് ചെറിയ ഡൗട്ടുകൾ, എനിക്ക് വരുമോ ഇല്ലയോ, സാമ്പത്തികത്തിന് ഞാൻ ഉണ്ടാക്കുന്ന മാർഗം കറക്റ്റാണോ ശരിയാണോ, സാമ്പത്തികപരമായ ചില ഒരു സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കുറേ സംശയങ്ങൾ, ആർഗ്യുമെൻറ്റ്സ്, പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് ഈ ഒരു മാസം പറയാൻ പറ്റും. അടുത്ത നമുക്ക് ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്ക് വരുമ്പം നമുക്ക് ഇപ്പോൾ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിത് വിട്ടാലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് രാജിവെച്ചാലോ, അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്ന് എനിക്ക് ഈ ഒരു പൊസിഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ബിസിനസ്സിൽ തന്നെയായാലും നമ്മൾ ഇപ്പം എൻ്റെ കീഴിൽ ഒരാളെ വെച്ച് അവരെയും കൊണ്ട് നിയന്ത്രിച്ചാലോ, എന്നെ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ അധികാരത്തിന് മുകളിൽ നമുക്ക് തന്നെ ഒരു സംശയം, നമുക്കുള്ളിൽ തന്നെ ഒരു ആദി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള ടൈമാണിതെന്ന് പറയുന്നത്. ഫെബ്രുവരി 23 ചൊവ്വ കുംഭരാശിയിലേക്ക് വരുമ്പോൾ അതിൽ 6ലേക്ക് യോഗം ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖമായ മനോഭാവങ്ങൾ, അനാവശ്യമായ ആർഗ്യുമെൻറ്റ്സ്, തർക്കങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ യോഗം പറയാവുന്ന സമയമാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 6ലാണ് രാഹു നിൽക്കുക എന്ന് പറയുന്നത്. നമുക്കൊരു പൊതുവേ ഈ ഒരു മാസത്തെ നമുക്ക് കണക്കിലെടുത്തു കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ നിറഞ്ഞ, കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, ചാലഞ്ചിങ് നിറഞ്ഞ ഒരു മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം കന്നിരാശിക്കാർക്ക്. ഓക്കെ, മനസ്സ് ഡീപ്രൊമോട്ട് ആവേണ്ട, ഡീമോട്ടിവേറ്റ് ഒന്നും ആവേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ രാഹു അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നെഗറ്റീവ് ഫലം അത്ര അങ്ങ് ബാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തത്തിൽ ചിന്തിക്കേണ്ട, നമ്മളൊരു വിഷയത്തിൽ തന്നെയും എടുത്ത് ചാടി ഒന്നിനും തീരുമാനമൊന്നും എടുക്കാൻ പറ്റിയ മാസമല്ല ഇതെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനത്തിൽ ക്വയറ്റായിട്ട് കാമായിട്ട് നിൽക്കുക. കുറച്ച് കുഴപ്പങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മൈൻഡിനെ കൂളാക്കുക. മെഡിറ്റേഷൻസ്, ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് മൈൻഡിനെ മാക്സിമം ഒന്ന് കാമാക്കി നിർത്തുന്നത് വളരെ ഉചിതമായിരിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ തൊഴിൽ സംബന്ധമായാലും എന്തൊരു കാര്യത്തിലായാലും തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നാൽ ഈ മാസം അത്ര നമ്മളെയും കൊണ്ട് അത്ര പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയ മാസമല്ല. സോ ഒന്ന് കുറച്ച് തള്ളി വിടുന്നത് നല്ലതായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളൊരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇപ്പം എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ. അതൊരു മാറ്റത്തിന് വേണ്ടിയോ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഈ മാസം ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നരക്കം. ഫെബ്രുവരി മാസം ഇറങ്ങാതിരിക്കുന്നത് നല്ലത്. അടുത്ത ഫാമിലി ലൈഫൊക്കെ വിവാഹ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ചില ഐക്യക്കുറവുകൾ, ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാനും ചെറിയ തരത്തിൽ ഓരോ കുഴപ്പങ്ങളിലേക്കൊക്കെ വരാനൊക്കെ സാധ്യതയുള്ള ടൈം തന്നെയാണ്. പ്രണയികൾക്കിടയിൽ ഈ ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. കുഴപ്പങ്ങൾ നിറഞ്ഞ സാഹചര്യം, ആവശ്യമില്ലാത്ത കുറേ വഴക്കുകൾ, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ രണ്ടുപേരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം ഒരാരെങ്കിലും വിട്ടുകൊടുക്കുക. ഈ മാസത്തിൽ ഒരാളെങ്കിലും വിട്ടുകൊടുക്കുക. 2 പേരും മുറുകെ പിടിച്ചാൽ ഒന്നെങ്കിൽ ഈ ബന്ധം ഇവിടെയും കൊണ്ട് തീരും, അതല്ലെങ്കിൽ എന്താണ് ഭയങ്കര വഷളായി അത് ഭയങ്കര ഒരു ഇഷ്യൂയിലോട്ട് മാറും. സോ ഒരാരെങ്കിലും വിട്ടുകൊടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു മാസം ഉത്തമം എന്ന് പറയാം. അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് ഒരു മാസം എടുത്ത് പറയുമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്, ഓവർ തിങ്കിങ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും കന്നിരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ 10ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ വ്യാഴസ്ഥിതി ഉണ്ടായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ പഠന കാര്യം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താണ് പോകുന്നതെങ്കിൽ അവിടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് വിജയം നയിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ തിങ്കിങ്സ് കുറയ്ക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി പൊതുവെ കന്നിരാശിക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലായിരിക്കും.
അവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത് മാറ്റുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് ഉണ്ടല്ലോ, അത് വേണ്ട ഈ മാസം. ഇപ്പം നിങ്ങൾ എന്താണോ ഉള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഓവറായിട്ട് ചിന്ത ചെയ്ത് പ്രശ്നമാക്കാണ്ട. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടകശനിയുള്ള സമയമാണ്. കണ്ടകശനിയുടെ ദൃഷ്ടി നമ്മളിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ 6ാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി എന്ന് പറയുന്നത്. സോ നമ്മുടെ ആരോഗ്യം വളരെയധികം ജാഗ്രത ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. മുതിർന്നവർ 55-60 വയസ്സ് മുകളിലേക്കുള്ളവരോടും പറയാനുള്ള നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നിങ്ങളുടെ ആരോഗ്യം തന്നെയായിരിക്കണം. അത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രം ബാക്കി എന്തൊരു കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കന്നിരാശിക്കാരുടെ ഫലം എന്ന് പറയുക കേട്ടോ. ചിത്തിരാര ചോതി വിശാഖം മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക അല്ലേ. അപ്പോൾ തുലാ രാശിക്കാർക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാസ തുടക്കത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് സൂര്യന്, ബുധന്, ശുക്രന്, ചൊവ്വ ഇവർ 4 പേര് സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് തുലാ രാശിക്ക് 4ാം രാശിയായ മകരരാശിയിലാണ് സ്ഥിതി ചെയ്യുക എന്ന് പറയാം മാസ തുടക്കത്തിൽ. അതിനുശേഷം 5ാം രാശിയായ കുംഭരാശിയിലേക്കാണ് ഓരോ ഗ്രഹങ്ങളും മാറുന്നത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഫെബ്രുവരി 4-ാം തീയതി ബുധൻ കുംഭരാശിയിലേക്ക് രാഹുവിൻ്റെ കൂടെയും, ഫെബ്രുവരി 6-ാം തീയതി ശുക്രൻ കുംഭരാശിയിലേക്കും, ഫെബ്രുവരി 13-ാം തീയതി സൂര്യൻ ആദിത്യൻ കുംഭരാശിയിലേക്കും, ഫെബ്രുവരി 23-ാം തീയതി ചൊവ്വ അതായത് കുജൻ നമ്മുടെ കുംഭരാശിയിലേക്ക് 5ാം രാശിയിലേക്കുമാണ് രാശി മാറുക എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജാതകത്തിൽ രാഹു അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക. ജാതകത്തിൽ രാഹു അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 60-70% നമുക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവായിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും കൂടുതലായിട്ട് ജീവിതത്തിൽ വരും. കാരണം രാഹുവായിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും യോഗം ചെയ്തിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു യോഗം അല്ലെങ്കിൽ ഒരു കൂട്ട് ചേർന്നിരിക്കുന്നത് രാഹുവിൻ്റെ കൂടെയാണ് 5ാം രാശിയിൽ ചേർന്നിരിക്കുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് തൊഴിൽ സംബന്ധമൊക്കെ ആയാലും പലതരത്തിലുള്ള കൺഫ്യൂഷൻ, പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട. ഈ മാസത്തിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. ഒരു തീരുമാനം എടുക്കുന്ന മുമ്പ് നമ്മൾ കൃത്യമായിട്ടൊരു അഡ്വൈസ് എടുക്കുക. നിങ്ങളൊരു സബ്ജക്റ്റിനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ അല്ലെങ്കിൽ നമുക്ക് അഡ്വൈസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ളവരുമായിട്ടെടുത്ത് ഒരു അഡ്വൈസ് സ്വീകരിക്കുക. ആ അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇറങ്ങുന്നതായിരിക്കും അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറഞ്ഞു. തീരുമാനം എടുക്കുകയേ വേണ്ട എന്ന് ഞാൻ പറയില്ല, തീരുമാനം എടുത്തോളൂ. പക്ഷെ എന്താണ്, ഒരു അഡ്വൈസ് എടുത്ത ശേഷം മാത്രം. അത് നമുക്ക് ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി അഡ്വൈസ് എടുക്കില്ല. നമ്മുടെ പർട്ടിക്കുലർ സബ്ജക്റ്റിനെയാണ് ഇപ്പോൾ തൊഴിൽ സംബന്ധമാക്കിയാൽ തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ളവരെ കടുത്ത് അഡ്വൈസ് എടുക്കുക. ഇനി അതല്ല ബിസിനസ് കാര്യങ്ങളിലാണ്, ബിസിനസ് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ലെങ്കിൽ അതിൽ ഇങ്ങനെ കൺസൾട്ടേഷൻ കൊടുക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്വൈസ് എടുക്കുക. പ്രോപ്പർ അഡ്വൈസ് എടുത്ത് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുക. ഫാമിലി സംബന്ധമായിട്ട് കുടുംബ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും നമ്മളവർക്ക് ഉള്ളിലൊരു ഭയം, ഒരാശങ്ക കുടുംബത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഒരു മാസം നോക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് പറയാം. കാരണം നിങ്ങൾക്ക് പൊതുവേ ഒരു ഭയം, ഒരാശങ്ക, ഒരു കുഴപ്പങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം, മനസ്സിനൊരു വെപ്രാളം ഒക്കെ ഉണ്ടാവുന്നൊരു സാഹചര്യം, മനസ്സിൽ നമുക്ക് പിടിച്ചെടുത്ത് കിട്ടാത്തൊരവസ്ഥ, കുടുംബത്തിലായാലും നമുക്കായാലും എന്താണ് മനസ്സ് നമ്മുടെ കൈ പിടി നിൽക്കാത്തൊരവസ്ഥയായിട്ട് ചില സമയത്ത് തോന്നുക. അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മനസ്സ് പോകുന്നൊരു തോന്നൽ, അയ്യോ ഞാൻ ഈ രീതി അല്ലായിരുന്നല്ലോ വിചാരിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ വേറെ രീതിയിലായിപ്പോയി. അത് നമുക്ക് പ്രണയത്തിലായാലും എല്ലാ കാര്യങ്ങൾക്കും, കുടുംബ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിലൊരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത പറയാൻ പറ്റും. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് ആൻഡ് ഓവർ തിങ്സ് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ അതിന് തീരുമാനം എടുക്കാതിരിക്കുക. ഒരു കാര്യത്തിന് ഒരു ലാസ്റ്റായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല, അതിന് പൂർണ്ണമായിട്ടൊരു വ്യക്തത അല്ല പൂർണ്ണമായിട്ടൊരു ധാരണ ഇല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം എടുക്കാതിരിക്കും ഞാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, തീരുമാനം എടുക്കുമ്പോൾ പൊതുവെ തുലാരാശിക്കാരോട് പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വൈസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കുക, അല്ലാതെ എടുക്കാൻ നിൽക്കണ്ട. ഒരു കാര്യത്തിൽ, എന്തൊരു കാര്യത്തിൽ, നിങ്ങളുടെ കാര്യമായാലും കുടുംബത്തിൻ്റെ കാര്യത്തൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് സ്വന്തം, പക്ഷെ മറ്റുള്ള കുടുംബത്തിലുള്ളവരും ബാക്കിയുള്ളവരും കൂടി കൺസേൺ ചോദിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് പ്രോപ്പർ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ധാരണ ഇല്ലാതെ നിൽക്കുകയാണ്, നിങ്ങൾ എവിടെയോ സ്റ്റോപ്പായി നിൽക്കുകയാണ്, ആ സാഹചര്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു അഡ്വൈസ് എടുത്ത ശേഷം മാത്രം മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ തീരുമാനം എടുക്കണ്ട. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിന്തകൾ, ഞാൻ ഇതും പഠിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് മാറ്റി പഠിച്ചാലോ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ആ സ്പോർട്സും കൂടി ട്രൈ ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ മ്യൂസിക് ഒന്ന് പഠിച്ചാലോ, ഡാൻസ് പഠിച്ചാലോ, ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ചിന്തയിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ
പല തരത്തിലുള്ള ചിന്തകൾ, പല തരത്തിലുള്ള വരിയിലേക്ക് പോകാനുള്ളൊരു തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു മാസം നിങ്ങൾ പക്ക ഫോക്കസ്ഡ് ആയിട്ട് ഒരു വേ തിരഞ്ഞെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? നിങ്ങളുടെ സ്റ്റഡീസ് ആയിരിക്കും അല്ലേ? വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക്, വിദ്യാർത്ഥി അല്ലാത്തവരെ സംബന്ധിച്ച് ജോലി ആ റിലേറ്റഡ് ആകണം. പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും എന്താണ്? വിദ്യാർത്ഥികളാണ്. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസമാണ് അല്ലേ? സോ അത് ഫോക്കസ് കൊടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. അടുത്ത ആരോഗ്യ സംബന്ധമുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നമുക്ക് പുറമേ ഉള്ള അസുഖത്തെക്കാൾ കൂടുതൽ മനസ്സിൻ്റെ അസുഖങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത. മനസ്സ് നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ മുതിർന്നവരെ സംബന്ധിച്ച് മനസ്സിന് സുഖമില്ലാത്ത അവസ്ഥ, ഭയങ്കരമായിട്ട് ദുഃഖം, നിരാശാഭാവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് വലിയവർ പറയുമ്പോൾ 55-60 വയസ്സിന് മുകളിലേക്കുള്ള സീനിയേഴ്സിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു രീതിയിലാണ് മൊത്തത്തിലുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുലാരാശിക്കാരുടെ നിങ്ങൾ തീരുമാനം എടുത്തോളൂ. തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞു, തീരുമാനം എടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഒരു തീരുമാനം എടുക്കില്ല, ആ രീതി അല്ല കേട്ടോ ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും എന്താണ് പല പല അർത്ഥങ്ങളുണ്ട്. ഓരോരുത്തർ കേൾക്കുന്ന രീതിയിലും ഓരോരുത്തർ മനസ്സിലാക്കുന്ന വ്യാഖ്യാനിക്കുന്ന രീതിയിലുമാണ് അതിൻ്റെ ഓരോ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. ഒരേ വാക്ക് നമ്മൾ 10 പേരോട് 100 പേരോട് പറയുമ്പം ആ 100 പേർക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത് 100 വിധത്തിലായിരിക്കും. കാരണം ഓരോരുത്തരുടെ കോണ്ടസ്റ്റിൽ നിന്നായിരിക്കും ഓരോരുത്തർ ഓരോ വാക്കുകൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ധാരിച്ച് എടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത്. സോ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ ഉദ്ദേശിച്ച ഒരർത്ഥം, നിങ്ങൾക്ക് തീരുമാനം എടുക്കാം, പക്ഷെ അത്രയും ആലോചിച്ചും നിങ്ങൾക്ക് വ്യക്തത ഇല്ലാത്ത കാര്യത്തിൽ തീരുമാനം എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന മുമ്പ് നല്ലൊരു അഡ്വൈസ് എടുത്ത ശേഷം അതെന്തൊരു കാര്യത്തിലായാലും ഒരു അഡ്വൈസ് എടുത്ത് ചെയ്യുന്നതായിരിക്കും തുലാരാശിക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസം ഉത്തമം എന്ന് പറയാം കേട്ടോ. വിശാഖാരണിരം തൃക്കേട്ടടങ്ങുന്ന 2 നക്ഷത്രമാണ് നമ്മുടെ വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ. വൃശ്ചിക രാശിക്കാർക്ക് മാത്രമല്ല വൃശ്ചിക ലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചോളം ഈ ഒരു മാസത്തെ ശ്രദ്ധിക്കേണ്ടത്, വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം 3-ാം രാശിയിൽ നിന്നും, അതായത് 3-ാം രാശിയായ മകരരാശിയിൽ നിന്നും എല്ലാ ഗ്രഹങ്ങളും ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? കുംഭരാശിയിൽ 4-ാമത്തെ ഭാവത്തിലേക്കാണ് വരിക എന്ന് പറയുന്നത്. നമുക്കിവിടെ ശനിയെ നോക്കിക്കഴിഞ്ഞാൽ 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ 8-ാം ഭാവത്തിലും, അതേപോലെ നമ്മൾ രാഹുവിനെ നോക്കിക്കഴിഞ്ഞാൽ 4-ലും കേതു 10-ൽ നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഒരു ഗ്രഹനില ഈ ഒരു മാസത്തിൽ, ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ വൃശ്ചിക രാശിക്കാർക്കുള്ളതെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പം നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട്, അതായത് മാസത്തുടക്കത്തിൽ എല്ലാ ഗ്രഹങ്ങളും എന്ന് പറയുന്ന 3-ലാണ് നിൽക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം ഫെബ്രുവരി 4-ാം തീയതിയോട് കൂടി ബുധൻ കുംഭരാശിയിലേക്ക്, അതായത് 4-ലേക്കും, ഫെബ്രുവരി 6-ാം തീയതി ശുക്രൻ 4-ാം രാശിയിലേക്കും, ഫെബ്രുവരി 13-ാം തീയതി സൂര്യൻ കുംഭത്തിലേക്കും, ഫെബ്രുവരി 23-ന് കുജൻ കുംഭരാശിയിലേക്കും മാറും അല്ലേ. വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം 4-ാം രാശിയിലേക്കാണ് ഈ ഗ്രഹങ്ങളുടെ എല്ലാം മാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മാസം പൂർണ്ണമായിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഇതെന്ന് പറയുന്നത്. ഓക്കെ, പൂർണ്ണമായിട്ടൊക്കെ നല്ലതും പൂർണ്ണമായിട്ട് അത്ര ദോഷമെന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്ക് സമാധാനമാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത്. അതിന് നിങ്ങൾ തന്നെ മൈൻഡ് സെറ്റ് കൊടുക്കണം, നിങ്ങൾ തന്നെ സമാധാനം കാണണം. ചില പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യപ്പെടാൻ തോന്നും. പക്ഷെ ബി ക്വൈറ്റ്, സമാധാനം പാലിക്കുക. ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് നിങ്ങളുടെ കൈമുതലായിട്ട് വേണ്ടത് സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഓരോ മാറ്റങ്ങളുണ്ടാവും, പെട്ടെന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ മാറ്റത്തിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, ഓരോ സാഹചര്യത്തിലും ചിലപ്പോൾ നിങ്ങളിപ്പം കരയിൽ കിടക്കുവാൻ കൊണ്ടുപോയി വെള്ളത്തിൽ ഇടും, അവിടെയും നമ്മൾ ജീവിക്കണം. വെള്ളത്തിൽ കിടക്കുന്ന മീനായി കുറച്ച് കരയെ കൊണ്ടുപോയിടും, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും നമുക്ക് ജീവിക്കണം, അവിടുത്തെ സാഹചര്യമായിട്ട് നമ്മൾ ഇടുങ്ങി പൊരുത്തപ്പെട്ട് പോകണം. ആ രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവുന്ന സാഹചര്യം, നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് കണക്ട് ചെയ്യാം, ഫാമിലി റിലേറ്റഡ് കണക്ട് ചെയ്യാം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചത് കണക്ട് ചെയ്യാം, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം കണക്ട് ചെയ്യാം. എന്തൊരു കാര്യത്തിലും ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. നിങ്ങൾക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ, നാളെ കൊണ്ട് ഞാൻ ഇപ്പം നമ്മൾ കരയിലാണ് ജീവിക്കുന്നത്, അപ്പം നാളെ കൊണ്ട് വെള്ളത്തിൽ ഇടും, ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞാൽ. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് മാറാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിലായാലും നമ്മുടെ ഒരു തൊഴിലിലെ സംബന്ധമായിട്ടുള്ള പല കാര്യത്തിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്ന, പെട്ടെന്ന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്, സഡൻലി ഓരോ ചേഞ്ചുകളൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ അഡാപ്റ്റ് ആവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. തൊഴിൽ സംബന്ധമൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സന്തോഷിച്ച് ജോലി ചെയ്യാൻ പറ്റിയെന്നുമില്ല, പൂർണ്ണ ആനന്ദത്തോടെ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ പറയും, ഞങ്ങളല്ലെങ്കിലും പൂർണ്ണ സന്തോഷത്തിന് നല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി കിട്ടിയ ജോലിക്ക് ഇറങ്ങി. അങ്ങനെ ചെയ്യാതെ നമ്മൾ
ഇപ്പം നമ്മളൊരു വരി ആഗ്രഹിച്ചു, നമുക്കൊരു പാഷൻ ഉണ്ട്, നമുക്കത് റവന്യൂ മാർഗ്ഗം ആക്കാൻ പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇനി അതല്ല പറ്റൂല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ത് തന്നെയാലും സന്തോഷമായിട്ട് ചെയ്യുക, ഒരു പുഞ്ചിരിയോടെ ചെയ്യുക. ആ ഒരു പുഞ്ചിരിയോടെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ജോലി നമുക്ക് പയ്യെ പയ്യെ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി കഷ്ടപ്പാടായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കും, ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പം ഈ സിമ്പിൾ ജോബാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു അധ്വാനം, ഭയങ്കരമായിട്ടൊരു ഭയങ്കര ടെൻഷനായിട്ട് ഒരു ഡിപ്രഷൻ ഫീലിലേക്ക് വരാൻ സാധ്യത. നിങ്ങൾക്കിപ്പോൾ ജോലി മാറാൻ പറ്റുമോ? ജോലിയിൽ മാറ്റം, സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെയല്ല ജോലി നിർത്തിയിട്ട് ബിസിനസ്സിലോട്ട് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്താണോ ഉള്ളത് അത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ജോലി ഉണ്ടോ, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടോ, അത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം എന്താണോ, വാട്ട് യു ഹാവ്, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് കണ്ടിന്യൂ ചെയ്യുക. അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അടുത്ത കുടുംബ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബ സംബന്ധമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില പ്രശ്നങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും, ചില സമയത്ത് നമ്മളൊരു കട്ടിലെ തന്നെയായാലും അപ്പുറവും ഇപ്പുറവും തിരിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് അങ്ങനെ പോകുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനത്തെ അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അപ്പം മനസ്സിലാക്കേണ്ട, അപ്പം ഈ മാസം എന്നാലും ഞങ്ങൾ പിരിയുക, അല്ലെങ്കിൽ ഞങ്ങൾ പിരിയുന്ന ഉദ്ദേശം അങ്ങനെ ഡൈവോഴ്സ് ആവുന്നില്ലാട്ടോ ഉദ്ദേശം മനസ്സിലാകണ്ടേ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്, കാരണം പല വാക്കുകൾക്കും അർത്ഥം മനസ്സിലാക്കിയെടുക്കുന്ന പല രീതിയിലായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡെഫിനേഷനിലേക്ക് അത് പോകേണ്ട വരണേ. ഇവിടെ ഈ മാസം കണ്ടിന്യൂ, അല്ലെങ്കിൽ ഈ മാസത്തെ കൊണ്ട് ഞങ്ങൾ വേറെ ഒരു ജീവിതത്തിലേക്ക് പോകും, ആ രീതിയിലല്ല പറയുന്നത്, ആ ടേംസിലല്ല നമ്മൾ പറയുന്നത്. മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു മാസം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ. നമ്മൾ ചില സാധനം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോയാൽ അതെന്താണ്, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ കൊട്ടിയാൽ ഒച്ച കേൾക്കുന്നുള്ളൂ, ഇങ്ങനെ ഇരുന്ന് കൊട്ടിയാൽ ഒച്ച കേൾക്കുന്നില്ല അല്ലേ. അപ്പം രണ്ട് കൈ കൂടെ കൂട്ടിയടിച്ചാലാണ് ഒച്ച ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്പം ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തൊക്കെ മുമ്പോട്ട് പോയാലാണ് കുടുംബജീവിതം സന്തോഷമായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്നോടത്ത് പൂർണ്ണമായിട്ട് അടിമയെ പോലെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു സ്ട്രഗിൾ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അങ്ങനെ ജീവിക്കുന്ന എല്ലാ ആരോടും പറയണേ, ഭാര്യയോടായാലും ഭർത്താക്കന്മാരോടായാലും പറയാനുള്ള അങ്ങനെയല്ല. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ക്ഷമിച്ച് മുമ്പോട്ട് പോകാം. വലുതാക്കി അതിന് എന്താണോ നിയമപരമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യുക കേട്ടോ. അല്ലാതെ ഭയങ്കരമായിട്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി മുമ്പോട്ട് ഭയങ്കരമായിട്ടൊരു ഭാരത്തോടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആരാണോ അവരോട് സംസാരിക്കുക. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കുമ്പോഴാണ് അത് ഭയങ്കര വലിയൊരു വീർപ്പം മുട്ടലായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു ബലൂണെന്ന് നോക്കി, നമ്മൾ ബലൂൺ ഊതി 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 അതിലോട്ട് പ്രശ്നങ്ങളെല്ലാം ഏറെല്ലാം ഒരു പ്രശ്നങ്ങളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഊതി 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 നമ്മൾ പിന്നെ ഓവർ കൊടുക്കുമ്പോഴാണ് അത് പൊട്ടിപ്പോകുക എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് ഒരു മയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ കുഴപ്പമില്ല. ചിലഞ്ച് എല്ലാ കാര്യങ്ങളും പോയി പറയാതെ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ. നമ്മളെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ ആ വിഷമം ഭയങ്കരമാണ് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണോ, നമുക്ക് അത്ര പ്രിയപ്പെട്ടവരാണോ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിനെ കാണാം. അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മൈൻഡ് കാമാക്കാൻ നോക്കാം. അത് ആരായാലും ഭർത്താക്കന്മാരായാലും ആരായാലും ഓക്കെ, ഈ വൃശ്ചിക രാശിയിലുള്ള ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കാം. ശ്രീകാല സംശയം നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭാരമൊക്കെ കൂടും. നിങ്ങൾ നോക്കുമ്പം നിങ്ങളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കണം. കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ മാസമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെട്ട് ചെയ്യാതെ ഒരു സന്തോഷമില്ലാതെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും. എന്നാൽ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് സംബന്ധിച്ചും ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അത് നോക്കുക, മറ്റതും ഓക്കെ ആ ഒരു രീതിയിൽ നോക്കുക. അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ ചെയ്യാൻ നോക്കുക, അപ്പോൾ ഓക്കെ ആയിരിക്കുള്ളൂ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല ഐഡിയാസും ഉണ്ടാകുന്നൊരു മാസമായിരിക്കും. പല ചിന്തകൾ, പല തോട്ട്സ്, പല കാര്യങ്ങൾ ചെയ്താളുന്നൊരു ചിന്തകൾ, എന്നിട്ട് അതിൽ നിന്നൊരു ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരു മാസം എന്ന് പറയാം കേട്ടോ. ആരോഗ്യ സംബന്ധം നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ടേക്ക് കെയറാണ്. നമുക്ക് എല്ലാ ഗ്രഹങ്ങളും കൂടി രാഹുവിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്ത് നിൽക്കാൻ പോകുന്ന 4th സോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് എന്തൊരു ലക്ഷ്യം കണ്ടാലും കൃത്യമായിട്ട് വൈദ്യപരിശോധന നടത്തുക. വൈദ്യപരിശോധന നടത്താൻ മാറാവുന്നേ ഉള്ളൂ. ചൂട് സംബന്ധമായിട്ടുള്ള ജോയിൻറ്റ് പെയിൻ, ശരീര വേദനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മാസമാണ് ഇതെന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മുതിർന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടും പറയാനുള്ള വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ല. ആരോഗ്യം ശ്രദ്ധിക്കുക, ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധ കൊടുക്കുക. ആരോഗ്യം വെച്ചാൽ നിങ്ങളെ ഹെൽത്ത് മാത്രമല്ല, നിങ്ങളുടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റോട്ടിൽ കൂടെ പോകുമ്പോഴും ശ്രദ്ധിക്കണം, ഓക്കെ അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും. അത് ചിലതൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, ചിലതൊക്കെ നമുക്ക് അത്ര തൃപ്തികരമായിട്ടുള്ളതായിരിക്കില്ല. സോ അതൊക്കെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു സമ്മിശ്ര ഫലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയാം അല്ലേ. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് ഒരു മാസം?
നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2ാം ഭാവത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും 3ലേക്ക് മാറുക എന്ന് പറയുന്നത്. മാസ തുടക്കത്തിൽ 2-ലായിരിക്കും, അതിനുശേഷം കുംഭരാശിയിലേക്ക് ഓരോ ഗ്രഹങ്ങൾ മാറും. ഫെബ്രുവരി 4-ാം തീയതി ബുധൻ രാശി മാറും, ഫെബ്രുവരി 6-ാം തീയതി ശുക്രൻ രാശി മാറും, ഫെബ്രുവരി 13-ാം തീയതി സൂര്യൻ രാശി മാറും, ഫെബ്രുവരി 23-ാം തീയതി കുജൻ ചൊവ്വ രാശി മാറും കുംഭത്തിലേക്ക്. ഇവരെല്ലാം കൂടി രാഹുവിൻ്റെ കൂടെയാണ് യോഗം ചെയ്ത് നിൽക്കാൻ പറയാൻ, എന്നാലും 3ലേക്ക് നിൽക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര സമാധാനമുള്ള മാസമൊന്നും ആയിരിക്കില്ല ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. പൂർണ്ണമായിട്ടൊരു സമാധാനം ഇല്ലാത്തൊരു സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു മാസം കടന്നു പോണേ. എന്നാൽ ഭയങ്കര ദുരിതം പിടിച്ച കാലമാണ് അല്ല. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ടൊരു സമാധാനമുള്ളൊരു മാസമായിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ടേക്ക് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കാനുള്ളത്, അല്ലെങ്കിൽ മൈൻഡിലെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കുന്ന വരിയിലൂടെ അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളിൽ നടക്കുന്ന ഒരു മാസമല്ല ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന മാസമാണിത്. പക്ഷെ അതിൻ്റെ റിസൾട്ട് ഈ മാസം പ്രതീക്ഷിക്കരുത്. നമുക്ക് വരും മാസങ്ങളിലേക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് വിധിക്കാം. അതായത് ഈ മാസം പ്രതിഫലം വെച്ചിരിക്കാതെ വർക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുക. അതായത് ജോലി പോകുമ്പോൾ പോയി നമ്മൾ പൈസ വാങ്ങേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കാര്യം ലക്ഷ്യം വെച്ചിട്ടായിരിക്കും നിങ്ങൾ ആ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യുന്നത്. സോ ഇതൊരു ആക്ഷൻ മന്താണ്, നിങ്ങൾക്ക് അതിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നത്. പക്ഷേ റിസൾട്ട് ഓറിയൻറ്റഡ് മന്ത് അല്ല ഇത്. ഓക്കെ, റിസൾട്ട് കിട്ടുന്ന ഒരു മാസമായിരിക്കില്ല എന്ന് പറഞ്ഞാൽ റിസൾട്ടിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരു മാസമല്ല ഇത്. നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാം. വരുന്ന മാസങ്ങളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫലം എല്ലാം നമുക്ക് ഇപ്പം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ ചെയ്തോ അല്ലെങ്കിൽ ഈ ആഴ്ച ചെയ്തൊന്നും ആയിരിക്കില്ല. മുൻ ജന്മങ്ങൾ ചെയ്ത പോലും നമുക്ക് എന്താണ് ഈ ജന്മത്തിലേക്ക് അതിൻ്റെ കർമ്മഫലമായിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് വരുന്ന മാസങ്ങളിലായിരിക്കും ഇന്ന് ഈ ഒരു മാസം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. സോ ഇതൊരു ആക്ഷൻ മന്താണ്. അത് നിങ്ങൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലും, ഫാം റിലേറ്റഡ് നോക്കിയാലും, ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിയാലും, ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആരോഗ്യം നന്നായി കിട്ടും. ഓക്കെ, ആ രീതിയിൽ ആ ഒരു കണത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, വിദ്യാർത്ഥി സംബന്ധിച്ച് ഇപ്പം നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ നന്നായിരിക്കാം. ആ ഒരു ടെക്നിക്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം റിസൾട്ട് ഫ്യൂച്ചറിലായിരിക്കും, അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലായിരിക്കും. ഇപ്പം നിങ്ങൾ ആക്ഷൻ ചെയ്യേണ്ട മാസമാണ്. സോ ആക്ഷൻ ചെയ്യുക. ഓക്കെ, നമ്മൾ കസേരയിലൊക്കെ ഇരുന്നാൽ, അല്ലെങ്കിൽ അവിടെ കിടക്കുകയാണ് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കൊരു മാറ്റമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുപോലെ തന്നെ പലരുമായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താണ് കൂടുതലായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നൊരു മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ജോലി നേടാനായിരിക്കും, ചിലപ്പോൾ ബിസിനസ് ചെയ്യാനായിരിക്കാം, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ മീറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി പല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. പുതിയ സുഹൃത്തുക്കളെ കിട്ടുക, പുതിയ മിത്രങ്ങളെ കിട്ടുക, അങ്ങനെ പല പല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നൊരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. ആരോഗ്യകാലത്ത് നല്ല ശ്രദ്ധ കൊടുക്കുക. ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിന് നന്നായി പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. നമ്മൾ ഒത്തിരി തേർഡ് പാർട്ടീസിനെ നമ്മുടെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് ഉത്തമമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പൊക്കോളും, ഹാപ്പി ആയിട്ടിരുന്നോളും. ഒരു നെഗറ്റീവ് പ്രഡിക്ഷൻസ് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയ്യോ ഭയങ്കര ചീത്തയായിരിക്കുമല്ലോ അങ്ങനെ ചിന്തിക്കാൻ ഞാൻ പറയാറുണ്ട് അല്ലേ, വീഡിയോ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ബിക്കാം, നമ്മൾ ഈശ്വര പ്രാർത്ഥന ചെയ്യുക, നമ്മളാൽ പറ്റുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം, അതിനനുസരിച്ചുള്ള റിസൾട്ട് നമ്മളിലേക്ക് എത്തിക്കോളൂ കേട്ടോ. ഉത്രാടം, മുക്കാല്, തിരുവോണം, വിട്ടമരടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയാം അല്ലേ. മകരരാശിക്കാർക്ക് മാത്രമല്ല മകരലഗ്നക്കാർക്കും കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് മകരരാശിയിലെ മകരലഗ്നക്കാരുടെ ഫലം നോക്കാം. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മകരത്തിലാണ് മാസ തുടക്കത്തിൽ എല്ലാ ഗ്രഹങ്ങളും എന്ന് പറയുന്നത്. അതായത് സൂര്യൻ, ബുധൻ, ശുക്രൻ, അതുപോലെ ചൊവ്വ, ഇവർ 4 പേരും സ്ഥിതി ചെയ്യുന്ന പറയുന്നത് മകരൻ രാശിയിലാണ്. 2ാം രാശിയിൽ രാഹു, 3-ൽ ശനി സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അവസ്ഥ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓരോ ദിവസങ്ങളായിട്ട് എന്താണ് ഓരോ ഗ്രഹങ്ങളും മാറി 2-ലേക്ക് വരും. 2-ൽ രാഹുവിൻ്റെ കൂടെ യോഗം ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആരാണ് മാറുന്നത്, ബുധൻ മാറും. ഫെബ്രുവരി 4-ാം തീയതി ബുധൻ നമ്മുടെ രാശി, അതായത് മകരരാശിയിൽ നിന്ന് ഇങ്ങോട്ട് കുംഭരാശിയിലേക്ക് വരും, അതായത് 2-ൽ. അപ്പം നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ച് അല്ല പഠന റിലേറ്റഡ് ആക്കി നോക്കുന്നവർക്ക് പഠനത്തിന് വേണ്ടി പലയിടത്തിൽ, അപ്പം ഒരു ഏജ് കാറ്റഗറി മാത്രമല്ല, പഠനം എന്ന് പറയുന്നത് നമുക്ക് മരിക്കുന്ന വരെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഓരോ ലെവലിലുള്ളവർ ഓരോ രീതിയിലുള്ള പഠനമായിരിക്കും പഠിക്കുന്നത്. ഇപ്പം സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കാനുള്ളത്, കോളേജ് പഠിക്കുന്നവർ കോളേജ് പഠിക്കാനുള്ളത്, അത് കഴിഞ്ഞിട്ട് ബിസിനസ് നടത്തുന്നവർ അതനുസരിച്ച് ജോലി നടത്തുന്നത്, അതനുസരിച്ചുള്ള വർക്കുകൾ പഠിക്കാൻ വേണ്ടി, അങ്ങനെ എല്ലാ പഠനവും ഉണ്ടാവും അല്ലേ.
പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന ഒരു മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മളതിലോട്ട് ചെന്ന് ചാടുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഭയം അല്ലെ ആശങ്ക ഒക്കെ ഉണ്ടാവുന്ന ഒരു രീതി നമുക്ക് പറയാം. കാരണം 2 രാഹുവും കൂടി സ്ഥിതിയുണ്ട്. സോ നമുക്ക് അതുകൂടി മനസ്സിലാക്കണം. നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും, നമുക്കത് അതിലേക്ക് എത്തിപ്പെടാനും പറ്റും. പക്ഷെ നമുക്ക് മാസ തുടക്കത്തിലൊക്കെ നമുക്ക് എന്താണ് ഒരു പേടി, ഭയം, ആ പഠന കാര്യങ്ങളിൽ നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും. അടുത്ത ഫെബ്രുവരി 6 ശുക്രൻ രാശി മാറും കുംഭത്തിലേക്ക്. അപ്പം നമുക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് കുറേ ആവശ്യങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ആവശ്യങ്ങളൊക്കെ വേണ്ടി വേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നൊരു ചിന്തയായിരിക്കും കൂടുതൽ ആൾക്കും ഉണ്ടാവുക. അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനെ പൂർത്തീകരിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ വലിയ ഒരു ഫണ്ട് നമുക്ക് ആവശ്യമായി വേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ പറയാം. അത് ആ വലിയ ഫണ്ട് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ രീതി, ഓരോരുത്തരുടെ ഒരു സാഹചര്യം അനുസരിച്ചാണ് ഓരോന്നും വലുതും ചെറുതുമാകുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ചിലവർക്ക് 100 രൂപ അല്ല 10 രൂപ വലുതായിട്ടുള്ളവരുണ്ട്, ചിലവർക്ക് 1 കോടി രൂപയും വലുതല്ലാത്തവരും ഉണ്ട്. അപ്പം അതനുസരിച്ച് അവരവരുടെ പ്രാപ്തിക്ക് മുകളിലുള്ളൊരു എമൗണ്ട് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാസത്തിൽ പറയാൻ സാധിക്കും. അത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് വർക്ക് എടുത്ത് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് പറയാം. അടുത്ത നമുക്ക് 13 സൂര്യൻ കുംഭരാശിയിലേക്ക് വരുമ്പം നമുക്ക് അധികാരം വേണം, അല്ലെ അധികാര ലബ്ധി അല്ലെങ്കിൽ ജോലി പ്രൊമോഷൻ ഒക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഭാരമായി പോയില്ലോ എന്നല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്തയിലോട്ടും വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഫെബ്രുവരി 23 കൂടി കുജൻ രാശി മാറുന്നുണ്ടാവും കുംഭരാശിയിലേക്ക്. അപ്പോൾ കുജൻ മാറുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ നല്ലതാണ്. ഭൂമി വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങല് വിക്കലൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് ചെയ്യുന്ന നല്ലതാണ്. അതൊക്കെ യോഗമുണ്ട്, ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഉത്തമമാണ്. പ്രത്യേകിച്ച് പേപ്പർ വർക്ക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നിച്ചിരി ജാഗ്രതയോടെ ഒന്ന് ശ്രദ്ധിച്ച് 1-2 തവണയൊക്കെ വായിച്ച് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരെയും കൊണ്ട് ഒന്നുകൂടി വായിപ്പിച്ചൊക്കെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഒപ്പിടാനും ആ കാര്യങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ഉത്തമം എന്ന് പറയാം കേട്ടോ. ഇപ്പൊ തൊഴിലൊക്കെ അന്വേഷിക്കുന്നത് സംബന്ധിച്ച് തൊഴിൽ കിട്ടുമോ, തൊഴിലൊക്കെ ലഭിക്കാനുള്ള യോഗമൊക്കെ പറയാം, ബിസിനസ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പറയാൻ സാധിക്കും. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അത് ഗ്രാപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഫാമിലി റിലേറ്റഡ് ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു അംഗം വരാൻ യോഗം വരുന്ന സമയമായിരിക്കും. ഏത് രീതിയിലാവും പുതിയൊരു അംഗം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. പ്രണയ വിവാഹങ്ങളൊക്കെ നടക്കാനൊക്കെ യോഗം കൂടുതലായിട്ടുള്ള സമയമാണ്. പെട്ടെന്ന് പ്രണയ കാര്യങ്ങൾ വീട്ടിൽ പറയുന്നത് പെട്ടെന്ന് സമ്മതിക്കുക, അല്ലെങ്കിൽ വേറെ വരിയില്ലാത്തത് പെട്ടെന്ന് സമ്മതിച്ചു വരിക, അങ്ങനത്തെ സാഹചര്യങ്ങൾ പെട്ടെന്ന് സഡൻലി വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള യോഗങ്ങളൊക്കെ നമുക്ക് പറയാവുന്ന. അത് പ്രണയത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വിവാഹം നോക്കുന്നവർക്ക് പടപെടാണ് വിവാഹം നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ രാഹുലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് 2 നിൽക്കുന്ന രാഹുലേക്ക്. സോ നമുക്ക് ആ ഒരു പുതിയൊരു മെമ്പർ, നമ്മൾ പറഞ്ഞ പുതിയൊരു മെമ്പർ അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ നടക്കാൻ അതൊരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാകും. നമുക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ അത് കുറച്ച് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ പുതിയൊരു ബിസിനസ് തുടക്കമൊക്കെ കുറിക്കാൻ കുടുംബത്തിന് പറ്റുന്ന സമയമായിരിക്കും ഇതെന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ യോഗമുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കില്ല, കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ടൈം അല്ലെങ്കിൽ ഈ മാസം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുക എന്ന് പറയാം. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടുന്ന സമയമാണ്. അപ്പം നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കുക, കോൺസെൻട്രേഷൻ വെക്കുക. പലതരത്തിലുള്ള പലരും പലരോടും സംസാരിക്കും. നമുക്ക് നമ്മുടെ പഠനം നമ്മളൊന്ന് വിട്ടുപോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ വേറൊരാളെ പഠിക്കുന്ന സഹായത്തിന് പോയി നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കാത്തൊരവസ്ഥ അതുണ്ടാവാതെ കൃത്യമായിട്ട് നമ്മുടെ പഠന കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിച്ച് പഠിക്കുക. ആരോഗ്യ സമയം നോക്കുമ്പോൾ നമുക്ക് 2 രാഹു നിൽക്കുന്ന സമയമാണ്. സോ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വൈദ്യ പരിശോധന നിൽക്കുക. അലർജി റിലേറ്റഡ് ആയ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാവുന്ന ഈ ഒരു മാസത്തിൽ എന്ന് പറയുന്നത്. സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റുള്ള സംഭവത്തിൽ ഞാൻ മൊത്തത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. മൊത്തത്തിൽ നമുക്ക് മകരരാശിക്കാരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് ഈ ഫെബ്രുവരി മാസത്തെ കാണാം. ഓക്കെ, ഒരു അനുകൂലം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടുത്ത പടി അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. സോ നമ്മുടെ മാസ തുടക്കം എന്ന് പറയുന്നത് പയ്യെ സ്ലോലി ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ആദ്യം ഒരു ഭയം, ആശങ്ക, ആകുലത,
ഒരു മനസ്സിനൊരു ബിംബാന്തി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അത് പയ്യെ സ്റ്റെപ്പായി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ഉയർച്ച നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ ഒരു കൃത്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയും ദാനധർമ്മങ്ങളൊക്കെ നമ്മളാൽ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുക കേട്ടോ. കുംഭരാശി അല്ലേ, അവിട്ടം വരെ ചതയും പൂരുട്ടാതി മുക്കാടങ്ങുന്ന രണ്ടേക്കാൾ നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം. കുംഭരാശിക്കാർക്ക് മാത്രമല്ല കുംഭലഗ്നക്കാർക്കും കാണാം കേട്ടോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് തുടക്കത്തിൽ എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക പറയുന്നത്. അതായത് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ പയ്യെ പയ്യെ ഓരോ ഗ്രഹങ്ങൾ എന്താണ് നമ്മുടെ ജന്മരാശിയിലേക്ക് വരുന്ന സാഹചര്യമാണ്. അതായത് ഫെബ്രുവരി 4-ാം തീയതി ബുധൻ വരും, ഫെബ്രുവരി 6-ാം തീയതി ശുക്രൻ വരും, 13-ാം തീയതി സൂര്യൻ വരും, 23-ാം തീയതി ചൊവ്വ വരും. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും കൂടി രാഹുവുമായിട്ട് യോഗം ചെയ്ത ജന്മരാശിയിൽ എന്താണ് കുടുംബത്തിൽ സ്ഥിതി ചെയ്യും. 2-ാം ഭാവത്തിൽ ശനി, അത് നമ്മുടെ ജന്മശനി അങ്ങ് മാറിയുള്ളൂ, 7 ശനി സമയമാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ടൈം നോക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും വരും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും അനുകൂലമായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ഏതാണ് നല്ലത് എന്ന് കുറച്ച് ചിന്തിച്ച് നമ്മൾ വേണം ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ. ജോലി സംബന്ധമായി നോക്കിയാലും പല രീതിയിലുള്ള അവസരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. ചിലത് നല്ലതും വരും, ചിലത് ചീത്തയും വരും. ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ച് എടുക്കണം. ചൂസ് ചെയ്യുന്നത് കറക്റ്റായിരിക്കും. നമ്മൾ ഒരെണ്ണം നല്ല തീരുമാനിച്ചെടുത്തു, പക്ഷെ ആ എടുക്കുന്നത് നല്ലതാണോ ചീത്തയാണെന്ന് പൂർണ്ണമായിട്ടൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയുള്ള കുറച്ച് പരിശ്രമം നടത്തിയിട്ട് വേണം അതെടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലത് നമുക്ക് തുടക്കത്തിൽ തോന്നും നല്ലതാണ് തോന്നും, പക്ഷെ പിന്നീട് പയ്യെ തോന്നും അത് ചീത്തയായിട്ട് നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് വരും. സോ അത് മനസ്സിലാക്കി കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് ഈ ഒരു മാസം നമുക്ക് ലഭിക്കുമെന്ന് പറയില്ല. ഓക്കെ, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ, നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയൊക്കെ നമുക്ക് ലഭിച്ചെന്ന് വരും. പക്ഷെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ ഒരു മാസം കിട്ടുമെന്നും പറയാനും സാധിക്കാത്തൊരു ടൈമാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും എന്നൊക്കെ പറയാം. ചില സമയത്ത് അത് നമുക്ക് പകുതിക്ക് താരെയായിട്ട് പോയി വരാനും സാധ്യതയുള്ള ടൈമാണ്. സോ ഇൻവെസ്റ്റ് കാര്യങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞത്. അതുപോലെ പ്രത്യേകം കുംഭരാശിക്കാരല്ല കുംഭലഗ്നക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന്റെ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. പണം കൊടുക്കുക വാങ്ങുക ഒക്കെ ചെയ്യുന്ന ഈ മാസം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. പക്ഷെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഫാമർ റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രണയമൊക്കെ ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോട്ടെ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിവാഹത്തിലേക്ക് ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പം ഈ ഒരു പ്രണയം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ച് പോകുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് ബ്രേക്കപ്പ് ആയാലോ കുറേ ആയി, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സഹിക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത. സോ നിങ്ങളിപ്പോൾ അത് ഒരു മാരേജിലേക്ക് സംസാരിച്ച വലിയൊരു പ്രശ്നത്തിലേക്ക് ആക്കണ്ട. അതിന് പറ്റിയ സമയമല്ല ഇപ്പോൾ ഇതെന്ന് പറയുന്നത്. സോ ആ ഒരു സാഹചര്യം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു തീരുമാനം എന്നത് വിട്ടേക്കാം എന്നൊരു തീരുമാനമായാലും, അല്ല നമുക്ക് കല്യാണം കഴിച്ചേക്കാം എന്ന തീരുമാനമായാലും ഈ മാസം എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ അത്ര പറ്റിയ ടൈം അല്ലതാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ കുംഭരാശി എന്ന് പറയുന്നത് നമ്മൾ കുംഭത്തിലാണ് നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി എന്ന് പറയുന്നത്. 2-ാം ഭാവത്തിൽ ശനി. സോ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ചിന്ത അത്രയും അങ്ങ് വെളിച്ചം ഉള്ള അല്ലെങ്കിൽ അത്ര ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സാഹചര്യമല്ല. സോ അതിനൊന്ന് ഡിലേ വരുത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു. ഓക്കെ, ഈ ഒരു ഫെബ്രുവരി മാസത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് നമ്മുടെ 1-ാം ഭാവത്ത് ജന്മത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി എന്ന് പറയുന്നത്. ബുധൻ, ശുക്രൻ, സൂര്യൻ, രാഹു, കുജൻ ഇവരെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ പല കാര്യങ്ങൾ നമ്മളിലേക്ക് വരിക, അല്ലെ പലരും പല അഭിപ്രായങ്ങൾ, പല കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുക. നമുക്ക് തന്നെ ഒരേ സമയത്ത് നമ്മുടെ അടുത്തൊരു 5-6 പേര് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കാര്യം പക്ക ഫോക്കസ് ചെയ്യാൻ പറ്റുമില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാൻ പറ്റുമല്ല, എല്ലാ കാര്യങ്ങളും ഇഗ്നോർ ചെയ്ത് വിടാനേ പറ്റുള്ളൂ അല്ലേ. സോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കുംഭരാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചോളം. മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു അസ്വസ്ഥത വരുമെങ്കിലും ഇവർക്കാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള എഫർട്ട്, ഒരു ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക പഠന കാര്യത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കുക. മറ്റെന്തൊരു കാര്യത്തിൽ നിങ്ങൾ നല്ല സ്കൂൾ ടോപ്പർ ആയിരിക്കാം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബില്യൺ സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഒന്ന് നോക്കിയാൽ പഠിക്കുന്നവരായിരിക്കാം. ബട്ട് ഈ ടൈം നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്തോളൂ. കാരണം അല്ലെങ്കിൽ ഒരു പയ്യൊരു ബുദ്ധിമുട്ടിലേക്ക് മാറുന്നത്. അപ്പം നല്ല
പൂർണ്ണമായിട്ടും ശ്രദ്ധ പഠനത്തിൽ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയാം കേട്ടോ. അടുത്ത സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ഇനി ആരോഗ്യ സംബന്ധമായിട്ട് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും യാത്രകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ ആരോഗ്യം പൊതുവേ നമ്മൾ ഭക്ഷണകാര്യത്തിലായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വന്ന് അന്നേരം ഒരു ഡോക്ടറിനെ കണ്ട് അതിന് മരുന്ന് മേടിക്കുക. നമ്മുടെ സ്വയം ട്രീറ്റ്മെൻറ്റ് സെൽഫ് ട്രീറ്റ്മെൻ്റ് ഒന്നും, അതായത് ഒരു അസുഖം വന്നു അന്നൊരു ഡോള കഴിച്ചേക്കാം അല്ലെങ്കിൽ ഒരു ഇച്ചിരി പെയിൻ കില്ലർ മേടിച്ച് കഴിച്ചേക്കാം, ആ ഒരു ചിന്താഗതി വേണ്ട. കൃത്യമായിട്ട് വൈദ്യനെ കണ്ട് മരുന്ന് മേടിക്കുക. ഓക്കെ, അത് ആയുർവേദമെങ്കിൽ ആയുർവേദം, ഹോമിയോങ്കിൽ ഹോമിയോ, ഇംഗ്ലീഷ് ഏതായാലും നമ്മുടെ ഇഷ്ടവിശ്വാസം ഏതാണോ ആ വിശ്വാസ പ്രകാരമുള്ള വൈദ്യനെ കണ്ട് ഡോക്ടറിനെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മരുന്ന് വാങ്ങി കഴിക്കുക. ഓക്കെ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടം വേണ്ട. ഈ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ ഈ മാസം കുംഭരാശിക്കാരെ കുറിച്ച് എടുത്തു പറയുമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ അത്രയും പറ്റിയ മാസമല്ല. അതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അത്രയും ശ്രദ്ധിച്ച് അത്രയും ഒരു എക്സ്പെർട്ടിനോട് അഡ്വൈസ് ഒക്കെ ചോദിച്ച് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം കേട്ടോ. ഉരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന 2 കാല നക്ഷത്രമാണ് അല്ലേ മീനരാശി എന്ന് പറയുന്ന. മീനരാശിക്കാർക്ക് മാത്രമല്ല മീന ലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. നമ്മളെ നോക്കുമ്പോൾ മാസത്തുടക്കത്തിൽ എല്ലാ ഗ്രഹങ്ങളും എന്ന് പറയുന്നത് 11ലാണ് സ്ഥിതി എന്ന് പറയുന്നത് അല്ലേ. സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും എല്ലാം സ്ഥിതി ചെയ്യുന്നത് 11ാം ഭാവത്തിലാണ്. പയ്യെ മാസത്തിൽ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പയ്യെ ഓരോ ഗ്രഹങ്ങളായിട്ട് ഫെബ്രുവരി 4 ബുധൻ കുംഭത്തിലേക്ക്, അതായത് 12ാം രാശിയിലേക്ക്. അതുപോലെ ഫെബ്രുവരി 6 ശുക്രൻ കുംഭത്തിലേക്ക് 12ാം രാശിയിലേക്കും. ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്കും. അതുപോലെ തന്നെ ഫെബ്രുവരി 23 ചൊവ്വയും കുംഭരാശിയിലേക്ക് വരും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മീനരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 12ാം രാശിയിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം സ്ഥിതി എന്ന് പറയുന്നത്. രാഹുവിൻ്റെ കൂടെ ജന്മത്തിൽ ശനി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ജാഗ്രതയോടൊക്കെ ചെയ്യുക. നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള പരിശീലനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ആവശ്യമാണ് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുകയാണ്, തൊഴിലിൽ പോവുകയാണ്, ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥി സംബന്ധിച്ച് പഠന കാര്യങ്ങൾ, എന്തൊരു കാര്യത്തിനും നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ആവശ്യമായിട്ട് വേണ്ട ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നത്. നമ്മുടെ ശുക്രൻ 12ലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, പക്ഷെ എന്നിട്ട് പിന്നെ അന്നത് ചെയ്യേണ്ടായിരുന്നു, വേണ്ടായെന്ന് വിചാരിച്ച് ചിലപ്പോൾ വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു വെച്ചാൽ അത് വൻ നഷ്ടത്തിൽ തിരിച്ച് എടുക്കും. ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സൂര്യൻ 12 വരും, നമുക്ക് അധികാരം വേണമെന്നൊരു ആഗ്രഹമുണ്ട്, നമ്മൾ അധികാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് വേണ്ടായിരുന്നുള്ള രീതിയിൽ അവിടെ നിന്ന് തല ഊരും. അങ്ങനത്തെ സാഹചര്യങ്ങൾ. വസ്തു വാങ്ങാൻ നിൽക്കുന്നവരെ സംബന്ധിച്ച് വസ്തു വാങ്ങാൻ വേണ്ടി ഇറങ്ങും, പക്ഷെ പിന്നീട് അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വസ്തു വാങ്ങുമ്പോൾ അത് ഭയങ്കര തൊന്തരവായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നൊരവസ്ഥ. ആ സാഹചര്യം കൊണ്ട് അത് പിന്നീട് അത് വേണ്ടാന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ, അതായത് ഒരു കുഴപ്പങ്ങൾ പിടിച്ച സാഹചര്യത്തിലൂടെയാണ് ഫെബ്രുവരി മാസം മീനരാശിക്കാരെ അല്ലെങ്കിൽ മീന ലഗ്നക്കാർ കടന്നു പോവുക എന്ന് പറയാം. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങളെ ചിന്തിക്കുന്നവർക്കും പലതരത്തിലുള്ള തലവേദനകൾ ഉണ്ടാവുന്ന ഒരു മാസം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലല്ല അത്ര അങ്ങ് രമ്യതയിലൊന്നും ആയിരിക്കില്ല പോകാമെന്ന് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് ക്ലേശങ്ങളും ദുഃഖ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു സാഹചര്യം തന്നെയാണ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളിലും ചില ആർഗ്യുമെൻറ്റ്സ്, ചില തെറ്റായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ. ജോലിയിലായാലും നമുക്ക് ഒരു സ്ഥലം മാറ്റം, നമുക്ക് അത്ര അനുകൂലമായ ഒരു സ്ഥലം മാറ്റം എന്ന് പറയാനും പറ്റാത്ത സാഹചര്യം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമുക്ക് രാഹു അനുകൂലമാണെങ്കിൽ വലിയ പ്രശ്നമായിട്ട് ചിന്തിക്കേണ്ട. രാഹു കൂടി പ്രതികൂലമാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആരോഗ്യ കാര്യങ്ങൾ സംബന്ധിച്ച് ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. തീരുമാനം എടുക്കുന്ന മുമ്പ് നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ. അവസരങ്ങൾ കിട്ടുമോ ഇല്ലെന്ന് ചോദിച്ചാൽ അവസരങ്ങളൊക്കെ കിട്ടും, പക്ഷേ അവസരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചിലപ്പം 100% നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നല്ലതാണ്, അല്ലെങ്കിൽ 100% നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നൊന്നും വരാൻ പറ്റില്ല. നമുക്ക് 25-30% ഒക്കെ കാര്യങ്ങളിലൊക്കെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം, അല്ലാതെ പൂർണ്ണമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാനും പറ്റാത്ത സാഹചര്യമാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ഡൗട്ട് വന്നു, ഒരു ടെൻഷൻ വന്നു, ആ കാര്യത്തിൽ കൃത്യം ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്ത് ഒരു എക്സ്പെർട്ടിനോട് അഡ്വൈസ് ചോദിച്ച് മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും മീനരാശിക്കാർക്ക് മീന ലഗ്നക്കാർക്ക് ഉത്തമം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഇത്ര കാര്യങ്ങളൊക്കെയാണ് മീനരാശി മീന ലഗ്നക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. 2024 നമുക്ക് പുതിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം കേട്ടോ. ഒരു 5 സ്റ്റാർ പ്രകാരം വന്നേക്കുന്ന അപ്ഡേഷൻസ്, ഫ്രണ്ട്ഷിപ്പ് പ്രകാരം നമ്മുടെ സോഡിക് സൈൻ എന്തൊക്കെ റിസൾട്ടാണുള്ള പേഴ്സണലി ഉള്ളത് നമുക്ക് എന്താ നോക്കാം, ആ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം. ഓരോ സോഡിക് സയൻസിൻ്റെയും പ്രെഡിക്ഷൻസ് നമുക്ക് നമ്മുടെ ആ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കോഴ്സിൻ്റെ ഫീസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് 504 രൂപ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആകുമ്പോൾ 2500 രൂപയാണ്. സോ
മാക്സിമം മിസ്സാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഫെബ്രുവരി 10-ാം തീയതിയാണ് ഇത് വരുന്നതെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. സോ മാക്സിമം മിസ്സാവാതെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കൂ. 1.5 മണിക്കൂറത്തെ കാര്യമുള്ളൂ. രാത്രി 8:01 അന്ന് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് നേരത്തെ അറിയിക്കുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ലഭ്യമാകുന്നതായിരിക്കും കേട്ടോ. റെക്കോർഡ് നമ്മൾ ആ ഒരു വെബിനാറിൻ്റെ ആയിരിക്കില്ല, സെപ്പറേറ്റ് നമ്മൾ റെക്കോർഡ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്ന അതേ ഒരു ഫോർമാറ്റിൽ, അതായത് അത്രയും ക്വാളിറ്റി തന്നെയായിരിക്കും നമ്മൾ വരിക എന്ന് പറയുന്ന റെക്കോർഡ് പ്രൊവൈഡ് ചെയ്താലും കേട്ടോ. അല്ലാതെ ജസ്റ്റ് ഒരു വെബിനാറിൻ്റെ വീഡിയോ എടുത്ത് ആ സംസാരിക്കുന്ന അതേ എല്ലാ കാര്യങ്ങളും അത് വേണ്ടതും വേണ്ടാത്ത എല്ലാം കാണും. ചിലർ ഡൗട്ട് റിപ്പീറ്റേഷൻ ചോദിക്കുന്നവരുണ്ടാവാം, ചിലപ്പോൾ ചില ഡൗട്ട്സ് ആവശ്യമില്ലാത്തതുണ്ട്. സോ ആ ഒരു റഫ് ഫുട്ടേജ് അല്ലാതെ നല്ല എക്സലൻറ്റ് റെക്കോർഡിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ റെക്കോർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സസിൻ്റെ ആയാലും പെൻഡന്റ് ഹൗസിൻ്റെ ക്ലാസ്സസ് ആയാലും ഏതൊരു ക്ലാസ്സിൻ്റെ ആയാലും നമ്മൾ ലൈവ് ഫുട്ടേജുകളെല്ലാം എടുത്ത് റെക്കോർഡ് ചെയ്യുന്നത് പ്രോപ്പർലി നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. സോ അതിൻ്റെതായ ക്വാളിറ്റി ആ ഒരു വീഡിയോയ്ക്ക് ആ ഒരു ക്ലാസ്സിനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് നേരത്തെ മുൻകൂട്ടി അറിയിക്കണം. റെക്കോർഡിങ്ങിന് സെയിം ഫീസ് തന്നെയാണ് ഇപ്പോൾ കറണ്ടിൽ എന്ന് പറയുന്നത്. 10-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിൻ്റെ ഫീസും മാറും കേട്ടോ. ഇത്രയാണ് പൊതുവെ ഈ ഒരു രാശിയുടെയും ലഗ്നത്തിൻ്റെയൊക്കെ ഫലം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പേര് നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ പേര് നക്ഷത്രം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ കണ്ടത് അധികം പേരും കണ്ടിരിക്കുന്നത് ചന്ദ്രവശാലായിരിക്കും, അതായത് നിങ്ങളുടെ നക്ഷത്രം വെച്ചുള്ള ഫലമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. അത് മാത്രം കണ്ടു നിർത്താതെ നിങ്ങളുടെ ലഗ്നം കൂടി കണക്ട് ചെയ്ത് അത് നമ്മുടെ ജാതകത്തിൽ ല എന്നൊരു അക്ഷരം ഉണ്ടായിരിക്കും. ഓക്കെ, അതെവിടെയാണ് തന്നെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെയും കൂടി ഫലം, ആ രാശിയുടെയും കൂടി ഫലം നിങ്ങളെടുത്ത് കണ്ടോളൂ. കാരണം നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന വിധത്തിലാണ്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള പ്രെഡിക്ഷൻസിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലഗ്നവും രാശിയോട് കണക്ട് ചെയ്ത് ആ രീതിയിലാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. 2 രാശിക്കാർക്കും ലഗ്നക്കാർക്കും കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിലാണ്, അതിനനുസരിച്ചാണ് ഫലങ്ങൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ജാതകം നമുക്ക് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ, ഗോചരാൽ നമുക്കൊരു മോശ സമയമാണ്, ദോഷ സാഹചര്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ര അനുഭവം അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു അവസ്ഥയിൽ നമ്മൾ കടന്നു പോകില്ല. എന്നാൽ മറിച്ച് ജാതകത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മോശമാണെങ്കിൽ, ഗോചാരൻ അത്ര അനുകൂലമാണെങ്കിൽ നമുക്ക് ആ ഒരു അനുകൂല ഫലം അത്ര അങ്ങ് കിട്ടില്ല, ഒരു കുറഞ്ഞേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഇപ്പോൾ ദശ ഏതാണ്, അതിൻ്റെ അപകാരം ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കി വേണം ഒരു വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു പ്രെഡിക്ഷൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാം. നമ്മൾ പറയാനുള്ളത് ഒരു പൊതുഫലമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 20-50% ഒക്കെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. എത്രയൊക്കെയാണ് ഒരു കോമൺ പ്രെഡിക്ഷനിൽ നിങ്ങൾക്ക് കറക്റ്റായി വരുള്ളൂ. ബാക്കി നമുക്ക് എന്താണ് നമ്മുടെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ മാത്രം നമുക്ക് കണക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പ്രെഡിക്ഷൻസും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു പ്രെഡിക്ഷൻസും കേട്ട് നിങ്ങൾ ഭയങ്കര ഓവർ എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം നിങ്ങൾ ജോലി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. ജോലി അധ്വാനിക്കാത്ത ഒരാളുടെ കയ്യിലേക്കും ഈശ്വരൻ എന്താണ് നമുക്കൊരു പൈസയും ചുമ്മാ ഇങ്ങനെ ആകാശത്തിന് പൈസ ഒന്നും കൊണ്ടൊന്നും തരാൻ പോകുന്നില്ല. നമ്മുടെ അധ്വാനം ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ്, നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ പൈസ വരുള്ളൂ. അതിലേക്ക് ആ അധ്വാനിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്കും അധ്വാനിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാത്തൊരവസ്ഥയും അധ്വാനിക്കുമ്പോൾ പ്രതിഫലം തരുവാനാണ് ഈശ്വരന് നമുക്ക് സാധിക്കുക. അതിനുവേണ്ടി നമ്മൾ ഈശ്വരനെയൊക്കെ പ്രാർത്ഥിക്കുക. അതിന് വലിയ പ്രതിസന്ധികളൊക്കെ ഒന്നും വരാതെ നമ്മളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ്. പറയാല്ലേ, താൻ പാതി ദൈവം പാതി. നമ്മൾ ചെയ്യാനുള്ള ആദ്യം ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് അതിൽ കാര്യം. അല്ലെങ്കിൽ പ്രാർത്ഥനയെ പ്രത്യേക സ്റ്റൈലോ പ്രത്യേക രീതിയിലൊന്നും ചെയ്തിട്ടും അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകണം. നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഇപ്പം എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആ പ്രാർത്ഥനയും കൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല. എന്നാൽ പ്രാർത്ഥനയും കൊണ്ട് ബലം ഉണ്ടാവുന്ന എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു. അപ്പം നിങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നങ്ങൾ വരാതെയും അതിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നത് അതിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി തരുവാണ് എന്താണ് ഈശ്വരൻ നമ്മളെ സഹായിക്കും. സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യത്തിലാണെങ്കിൽ. അല്ലെങ്കിൽ പ്രെഡിക്ഷൻസ് കേട്ടോ നല്ല ഫലമാണ്, എന്നാൽ ഈ മാസം ചുമ്മാ ഇരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചുമ്മാ ഇരുന്ന് വയ്ക്കുക, ആ ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു കാലവും അല്ലെങ്കിൽ ഒരു നേട്ടം അതിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം അധ്വാനിക്കുന്ന ഒരാൾക്ക് നല്ല സമയത്ത് നല്ല പ്രെഡിക്ഷൻസ് വരുമ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നല്ല ഫലങ്ങൾ കിട്ടും. അധ്വാനിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാത്ത ഒരാൾക്ക് നല്ല ഫലം കിട്ടിയാലും മോശ ഫലം കിട്ടിയാലും അവരുടെ ജീവിതം എപ്പോഴും മോശ അവസ്ഥയിൽ കൂടെ തന്നെയായിരിക്കും പോവുക. അത് മനസ്സിലാക്കി മാത്രം നമ്മൾ മുമ്പോട്ട് നീങ്ങുക കേട്ടോ. കാരണം നമ്മുടെ യുക്തിയാണ് ഏറ്റവും വലിയ പ്രധാനം. നമുക്ക് വിശ്വാസമാണ്, പക്ഷെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. വിശ്വാസത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുള്ളൂ. അന്ധവിശ്വാസത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സൈഡ്സിലേക്ക് പോവുക. ഓക്കെ, അതുപോലെ നമ്മുടെ നന്മ നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നന്മ ആഗ്രഹിക്കുക. മറ്റുള്ളവർ നശിക്കണം, ഞാൻ നന്നാവണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ചിലപ്പോൾ അവരെ രക്ഷിച്ച് നമ്മളെ എന്താക്കും മോശമാക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം വരിക ആരും ചിന്തിക്കാതിരിക്കുക. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക.
നമ്മളാൽ പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചേർത്തി ഒന്ന് പോസ്റ്റ് ചെയ്യുക. അതാണ് ധർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അപ്പം നമുക്ക് ഉള്ളവന് പൈസ ഭക്ഷണം വാങ്ങിക്കൊടുത്തോളം നമുക്ക് വലിയ പ്രയോജനം അല്ലെങ്കിൽ ഫലം കിട്ടാനില്ല. ഇല്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഫലം കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത്. അല്ലാതെ ഉള്ളവന് നമ്മൾ എന്ത് വാങ്ങിക്കൊടുത്ത് ചിലപ്പോൾ അത് കുറ്റമായിരിക്കും പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ച് നടക്കുന്ന നമ്മളൊരു ഹോട്ടലിന് ഫുഡ് അല്ലെങ്കിൽ വീട്ടിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു വരില്ല. സോ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ എല്ലാം സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളസ്റ്റ് രീതിയിലാണ് ഓരോന്നും പറഞ്ഞു തരുന്നത്, ഓരോന്നും എന്താണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ. അതുപോലെ തന്നെ നമുക്ക് പെൻഡുഡ് ഹൗസിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. ഓക്കെ, എങ്ങനെയാണ് പെൻഡുഡ് ഹൗസിംഗ് ചേരുക എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഗ്രൂപ്പ് മുഖേന തന്നെ കയറി നിങ്ങൾക്ക് അത് പഠിക്കാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു അഡ്മിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ നമ്മുടെ ക്ലാസ്സസ് നടക്കുന്ന നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് കിട്ടി നിങ്ങൾക്ക് അങ്ങനെ അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവനം സഞ്ചരിച്ച ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി, നമസ്കാരം കേട്ടോ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.